എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും അതിലേക്ക് ഒരു പരിപാടി അവതരിപ്പിക്കാനും എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ വയനാടിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം കാണാനായിട്ട് അല്ലെങ്കിൽ ശ്രവിക്കാനായിട്ട് എത്തിയ നിങ്ങളെ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആലോജിക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് ആലോചിക്ക് എന്ന് പറയുന്നത്. നീ ഒന്ന് ആലോചിക്കടാ എന്ന് പറയാം. ആലോചിക്ക്. അപ്പൊ നമ്മളതൊന്ന് ഹൈഫനേറ്റ് ചെയ്തു. ആ ലോജിക്. ഏതാണ് ആ ലോജിക് എന്നുള്ളതാണ്. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിയ ഒരു പാസ്റ്ററാണ്. പുള്ളി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന് പറഞ്ഞു, I am going to cancel your prosperity in the name of Jesus. നിന്റെ സമൃദ്ധി ഞാൻ യേശുവിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് സമൃദ്ധിയും അതോടൊപ്പം തന്നെ ദാരിദ്ര്യമൊക്കെ കൊടുക്കുന്നത് യേശുവാണ് എന്നാണ്. രണ്ടാമത് അദ്ദേഹം ചെയ്ത ഇത്രയാണ്. അദ്ദേഹം ദൈവവുമായിട്ട് സംസാരിച്ചു. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ക്യാൻ ബി ജീസസ്. സംസാരിച്ച ശേഷം അത് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന ഒരു വലിയ, ഇതേപോലെയൊന്നും അല്ല, ആയിരങ്ങൾ പങ്കെടുത്ത ഒരു സദസ്സിൽ ആ റെക്കോർഡ് കേൾപ്പിക്കുകയാണ് മൊബൈലിൽ. ആ റെക്കോർഡ് ഇങ്ങനെയായിരുന്നു: ചർച്ചിൻ്റെ കുറ്റം, സഭയുടെ തിന്മ ഒക്കെ നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് തിന്മ മാറുകയില്ല. നല്ല വോയിസിലാണ് വരുന്നത്. നിങ്ങളുടെ ഇത് കേൾക്കുന്ന പലരുടെയും മുഖത്തൊരു ചിരി, പരിഹാസ ചിരിയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഇത് കണ്ട് കൈയടിക്കുകയും ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തത് കേരളത്തിലാണ്. കേരളം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ധാരണ പലർക്കും ഉണ്ട്. എന്തോ ഉയർന്ന ഒരു സംഗതിയാണ്, പ്രബുദ്ധമാണ്, ഭയങ്കര വിപ്ലവമാണ് എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. മറ്റ് തമിഴ്നാട്ടിലൊക്കെ പറ്റുമായിരിക്കും ഒരു പക്ഷേ. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുക, ദൈവത്തിൻ്റെ പേരിൽ സമൃദ്ധി ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ എത്തീസ്റ്റ് മീറ്റുകളും ഫ്രീ തിങ്കേഴ്സ് മീറ്റുകളും ഒക്കെ ഇങ്ങനെ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് എത്ര നാളായിട്ട് നടത്തുന്നു? ഓരോരോ കൂടുതൽ ജീർണിച്ച സാധനങ്ങളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും ഇത്രയും ഇല്ലായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. അത്രയ്ക്ക് ശക്തിപ്പെടുക, മന്ത്രിമാരുൾപ്പെടെ. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം, ഒരു ലോജിക്കാണ് ഇവരെല്ലാം സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു യുക്തി. ആ യുക്തി ഇത്രയേ ഉള്ളൂ: ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് ജസ്റ്റ് ലൈക്ക് ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഭൂലോകം സൃഷ്ടിച്ച ഡാഷിന് സ്തുതി. ഇതാണ് ആ പാട്ട്. അല്ലെങ്കിൽ ഈ ലോകമാണോ ഭൂലോകമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ഒരു യുക്തി മിക്കവാറും ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറേ വർഷമായി. എന്നിട്ടും എനിക്ക് ഈ കറങ്ങിത്തിരിഞ്ഞ് ലോകത്ത് മിക്കവാറുമുള്ള എല്ലാ വിഷയങ്ങളിലും, പല വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും ഞാൻ പറയുന്നില്ല, പല വിഷയങ്ങളിലും കയറി ഇറങ്ങിയിട്ട് അവസാനം വീണ്ടും ഇതിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വന്നു. ദൈവം, നമ്മൾ ദൈവവിരുദ്ധരാണ്, നാസ്തികരാണെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് വലിയ പരിപാടികളൊന്നും ചെയ്യാറില്ല. നമ്മൾ കൂടുതലും ചെയ്യുന്ന ഇപ്പോൾ ഗാസ, അല്ലെങ്കിൽ ഇപ്പോൾ ഫെമിനിസം, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളാണ്. കാരണം ഇതൊക്കെ പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലല്ലോ എന്ന് കരുതി പലരും മടുത്തിരിക്കുകയാണ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ്റെ സ്തുതി. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ലൈൻ. ഞാനിന്ന് ഈ പരിപാടിയിലൂടെ വീണ്ടും പറയാൻ ശ്രമിക്കുന്ന ഇതാണ്: ഈ ഭൂലോകം, അല്ലെങ്കിൽ ഭൂലോകം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല ഈ ഭൂലോകം. ഭൂമി എന്ന് പറയുന്നത് ഒരു പൊടി പോലും അല്ല. സോ ഇൻസിഗ്നിഫിക്കൻറ്റ്. അത് സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് ഈ പരിപാടിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ഈ 7 days ഓഫ് ക്രിയേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുറാനിലും ബൈബിളിലും ഒക്കെ വരുന്നതാണ്. 7 ദിവസം കൊണ്ട്
ഭൂമിയും മറ്റു കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു. അതിൽ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ ഒന്ന് ആകാശം. ആകാശം എന്നൊക്കെ പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് നമുക്കറിയാം. പിന്നെ 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സെറ്റ് ചെയ്യുന്നത്. 4-ാം ദിവസം എങ്ങനെയാണ് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭൂമി ആരാണെന്നുള്ള ചോദ്യമുണ്ട്. പോട്ടെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 5-ാമത്തെ ദിവസം പറവകളെയും മത്സ്യങ്ങളെയും സെറ്റ് ചെയ്യുന്നു. ഓരോരോ ദിവസങ്ങളിൽ 5-ാം ഉത്സവം, 6-ാം ഉത്സവം, 7-ാം ഉത്സവം എന്ന് പറഞ്ഞു. 6-ാമത്തെ ദിവസം മനുഷ്യനെ, മറ്റ് മൃഗജാതികളെ സെറ്റ് ചെയ്യുന്നു. 7-ാം ദിവസം പുള്ളി ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു. അത്രമാത്രം. ആക്ച്വലി എന്തിനാണ് 7-ാം ദിവസത്തെയും വിശ്രമിച്ചതെന്നുള്ളൊരു സംശയമുണ്ട്. ഖുറാനിലൊക്കെ പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. കുൻ. ഒരു വാചകം ഉച്ചരിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ വിശ്രമം എടുക്കുക എന്ന് പറയുമ്പോൾ ആ പുള്ളിയുടെ ആരോഗ്യാവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ട. അപ്പൊ രാത്രിയെ പകലിൽ നിന്ന് വേർതിരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ രാത്രിയെ പകലിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇത് എഴുതിയ ആളുടെ പഞ്ചായത്തിൽ ശരിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ ധ്രുവ പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 6 മാസത്തോളം ഒന്നീ രാത്രി അല്ലേ പകല. അവിടെയുള്ള ഒരുത്തനാണ് ഈ കഥ എഴുതിയിരുന്നെങ്കിൽ പറയും 6 മാസം രാത്രി 6 മാസം പകലെന്ന് പറയും. നമ്മളൊരു ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡില് 1604 km/h നിങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രാത്രി ആവില്ല, നിങ്ങൾ എപ്പോഴും പകലിലായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്പേസ് ഷട്ടിലില്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നവര് 12ഉം 16ഉം ഉദയങ്ങളും അസ്തമയങ്ങളും ഒക്കെ കാണുന്നത്. അതിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. രാത്രി പകൽ എന്നൊക്കെയുള്ള സാധനം ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കി കണ്ടിരുന്ന ആളുകൾ എഴുതിയിട്ടുള്ള പഞ്ചായത്ത് സാഹിത്യങ്ങളാണിത്. പക്ഷെ ഇത് വിശ്വസിക്കുന്നവരാണ്, അല്ലെ ഇതിനകത്ത് കാര്യമുണ്ടെന്ന് കരുതുന്നവരാണ് മഹാഭൂരിപക്ഷവും. ഇതെങ്ങനെയാണ് ഇതിനെ അൾട്ടർ ചെയ്യുക? അതാണൊരു പ്രശ്നം. ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം വളരെ അയുക്തിപരമാണെന്ന് തോന്നുന്ന ഈ കാര്യം അൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഈ അടുത്തിടെ ഞാൻ ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ എൻ്റെ എന്ന് പറഞ്ഞു, ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നോണം ഒരു മനുഷ്യനൊന്നുമല്ല, ചത്തിട്ട് ഉയർത്തെഴുന്നേറ്റ ആളല്ല, കന്യക ജനിച്ച ആളല്ല, അതല്ല ഇതല്ല, ആയുധങ്ങളുമായിട്ട് നടക്കുന്ന ഗോഡസ് അല്ല, പിന്നെന്താണ്? ദൈവം ഊർജമാണ്. ഗോഡ് ഈസ് എനർജി. ഈ ഗോഡ് ഈസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്ന് അവര് പിന്തുടരുന്ന ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ അതൊരിക്കലും എനർജി അല്ല. ഈ എനർജിയോട് എനർജിക്ക് ആരെങ്കിലും കൈക്കൂലി കൊടുക്കാറുണ്ടോ? ഇല്ല. എനർജിയോട് ആരെങ്കിലും യാചിക്കാറുണ്ടോ? എനർജി ആരെങ്കിലും പുകഴ്ത്താറുണ്ടോ? ഓ, കൈനറ്റിക് എനർജി, എത്ര നല്ല എനർജി, നിന്റെ രാജ്യം വരയണമേ എന്നൊന്നും ആരും പറയാറില്ല. പിന്നെ എന്തിനാണ് ഇവർ എനർജിയാണെന്ന് പറയും? കാരണം ഈ ഒരു എല്ലാം സൃഷ്ടിച്ച ഒരാൾ എന്ന്, അല്ലെങ്കിൽ എല്ലാം സൃഷ്ടിച്ച ഒരു ഏജന്റ് എന്നുള്ള ഒരു സംഗതി വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോൾ നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴാണ് എനർജി എന്ന് പറയുന്നത്. ദൈവ എനർജി ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ലൈക്ക് ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം തീർന്നു വരികയാണ്. നമ്മൾ പല ഫ്യൂവൽസ്, ഹൈഡ്രജൻ, പിന്നെ അതുപോലെ ന്യൂക്ലിയർ, പല എനർജി സോഴ്സസിന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ എഞ്ചിനീയർമാരായിട്ട് നമ്മുടെ പ്രീസ്റ്റുകൾ മാറും. അവർ ചെന്നിട്ട് ഒരു പൂജയൊക്കെ നടത്തിയിട്ട് ഇത്ര കിലോവാട്ട് എനർജി ഉണ്ടാക്കുന്നു. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എനർജി സംബന്ധിച്ചുള്ള. നമ്മളിപ്പോൾ എനർജിക്കായിട്ട് സോളാർ എനർജി പാനൽസ് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലടത്ത് ഇത് കിട്ടുന്നില്ല. ഇപ്പൊ തിരമാലയിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നു. ഇപ്പൊ ദൈവ എനർജി ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, പണ്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തില് ഈ സന്ധ്യനാമം ചൊല്ലാൻ പോകുമായിരുന്നു. ഇന്നൊന്നും അല്ല, പണ്ട് ജാഹിലിയ കാലത്ത്. അന്ന് ഞാനും ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി മാത്രമാണ് ഇത് ചൊല്ലാൻ ഉണ്ടായിരുന്നത്. ഒരു മൈക്കുണ്ട്, ആ മൈക്കിലൂടെയാണ് ചൊല്ലുന്നത്.
അപ്പൊ കറണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരുമില്ല. അന്ന് ഇതിന് താല്പര്യമില്ല ആളുകൾ. മേ ബി ഇൻ 79, 80 ആ ഒരു കാലഘട്ടം. കുറെ കഴിഞ്ഞപ്പോ കറണ്ട് അങ്ങ് പോയി. ഭയങ്കര കാറ്റും മഴയും വന്ന് കറണ്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. അന്നേരം എൻ്റെ കൂടെയുള്ള അവരുടെ കൃഷ്ണരാമയുടെ വെലോസിറ്റിയും കപ്പാസിറ്റിയും ഇൻറ്റൻസിറ്റിയും ഒക്കെ കൂടി കൂടി വന്നു. അവർക്ക് ഭയങ്കര പേടിയായി. അപ്പോഴാണ് ദൈവം എനർജി ആയിട്ട് വന്നത്. എങ്ങനെ? ഒരു ഇടിമിന്നൽ. അവർ പേടി ഭയങ്കരമായിട്ട് കൂടി. അതായത് മനുഷ്യനെ ഏർപ്പെടുത്തിയ കറണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ച കറണ്ട് കുറെ നേരത്തേക്ക് പോയപ്പോഴത്തേക്ക് ഇവരുടെ ഭയങ്കരമായിട്ട് അവർ അപ്സെറ്റായി. അപ്പോൾ ദൈവം എനർജി കാണിച്ചു, എല്ലാവരെയും കാണുന്ന രീതിയിൽ എനർജി കാണിച്ചു. പക്ഷെ അത് അവർക്ക് സ്വീകാര്യമല്ല. അവർ വീണ്ടും പേടിക്കുകയാണ്. കുറെ കഴിഞ്ഞ് കറണ്ട് വന്നു. അവർ വീണ്ടും അവരിത് പാട്ട് പാടി, ഈ ലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അതായത് കറണ്ട് വന്നത് കർത്താവല്ല. പക്ഷെ എന്നിട്ടും എങ്ങനെ വീണാലും 4 കാലിലാണ് വീഴുന്നത്. ഞാനിത് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ എനർജി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ഉടായിപ്പാണ്. എനർജി എന്താണെന്ന് പോലും അവർക്കൊരു ധാരണയില്ല. പക്ഷെ എനർജി എന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ഏജന്റ് വേണം. യു നീഡ് ആൻ ഏജന്റ് ഓർ സംബഡി. അതായത് യാചിക്കാൻ ഒരാൾ വേണം, കൈക്കൂലി കൊടുക്കാൻ ഒരാൾ വേണം, വാഴ്ത്താൻ ഒരാൾ വേണം. അങ്ങനെ ഒരാളിനെ ഒരു സിംഗുലർ ഏജന്റിനെ ഫിക്സ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഏതാ? ഈ സാധനം വളരെ നിസ്സാരമായിട്ട് നടക്കും. ദൈവം സംസാരിച്ചു എന്ന് പറയാം. എന്തുകൊണ്ട് ദൈവത്തിന് സംസാരിച്ചുകൂടാ? ദൈവത്തിന് സംസാരിക്കാമല്ലോ. കാരണം ഒരു ഏജന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ടോക്ക്, ഇറ്റ് ക്യാൻ ഡു എനിത്തിങ്, ഇറ്റ്സ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ ഈ ലോജിക്കിനെ കുറിച്ച് വീണ്ടും പറയാൻ പോകുന്നത്. എൻ്റെ വാദം ഇതാണ്: സൃഷ്ടി എന്ന് പറയുന്ന സംഗതി എങ്ങുമില്ല, അസാധ്യമാണ്. എങ്ങും സംഭവിച്ചിട്ടുമില്ല, സംഭവിക്കുന്നുമില്ല, സംഭവിക്കാനും സാധ്യമല്ല. ഭൂമിയിലും ഇല്ല, ഭൂമിക്ക് പുറത്തുമില്ല, നമ്മുടെ നെബുലയ്ക്കോ നമ്മുടെ ഗാലക്സിക്കോ എങ്ങുമില്ല. ലോകത്തൊരു സ്ഥലത്തും, ഒരു പ്രപഞ്ചത്തിൽ, നോട്ട് ലോകത്ത്, ഈ പ്രപഞ്ചത്ത് ഒരു സ്ഥലത്തും സൃഷ്ടി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. സൃഷ്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സൃഷ്ടാവുമില്ല. സൃഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടാവിനെ ഉണ്ടാക്കുന്നത്. എന്താണ് സൃഷ്ടി? ഇപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുക, ഒരു ചായ ഉണ്ടാക്കുക, അതിനെ ആരും സൃഷ്ടി എന്ന് വിളിക്കില്ല. ചായപ്പൊടി എല്ലാം കൂടെ ഉണ്ട്, ഒരു നിർമ്മാണമാണ്. ദോശ ഉണ്ടാക്കുക, ഇതിനൊന്നും ആരും സൃഷ്ടി എന്ന് വിളിക്കില്ല. അല്ലെങ്കിൽ കോൺക്രീറ്റ് കുഴയ്ക്കുക, ഒന്നും സൃഷ്ടി എന്ന് ആരും വിളിക്കില്ല. സംശയമൊന്നുമില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രതിമ ഉണ്ടാക്കുക, ആ പ്രതിമ ഉണ്ടാക്കുക, കല്ലിൽ നിന്നൊരു പ്രതിമ ഉണ്ടാക്കുക. പ്രതിമ അല്ലാത്ത കല്ലിന്റെ ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിമയായിട്ട് മാറും. ഒരു കല്ലിനകത്ത് ഒരു പ്രതിമ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാക്സ് വെച്ച് നീഡ് ചെയ്ത് ഒരു പ്രതിമ ഉണ്ടാക്കുക. ഇവിടെ ഒന്നും സൃഷ്ടിയില്ല. അവിടെ ഉള്ള ഒരു വസ്തുവിന്റെ രൂപഭാവ മാറ്റങ്ങൾ മാത്രം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തോ ഉണ്ടാക്കി. ആദ്യത്തെ പ്രശ്നമാണ് ഒന്നുമില്ലായ്മ ആയിരിക്കണം. ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഒന്നുമില്ലായ്മയില്ല, പിന്നെ എങ്ങനെ ഉണ്ടാക്കും? അതായത് സൃഷ്ടിയില്ല, സൃഷ്ടാവും. അതിന് ഞാൻ പറയുന്നൊരു കാര്യം. ഇപ്പൊ മറ്റു കാര്യങ്ങൾ നോക്കുക. മഴ പെയ്യുന്നു, വെള്ളം മേളിലോട്ട് പോകുന്നു, ഗുരുത്വം കാരണം താഴോട്ട് വീഴുന്നു, ഇടിമിന്നൽ ഉണ്ടാവുന്നു. ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ? ഏതെങ്കിലും ഏജന്റ് ഉണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നാണോ ഉണ്ടാകുന്നത്? അല്ല. നദി ഒഴുകുന്നു, പർവ്വതങ്ങൾ കയറി വരുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്നാണോ വരുന്നത്? ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ? അല്ല. എന്താണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞപ്പോ? ഇത് വലിയ വലിയ ഓക്സ്ഫോർഡ് തൊട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ ആളുകൾ ക്രിയേഷൻ തിയറി, ക്രിയേഷൻ സയന്റിസ്റ്റ്, അങ്ങനെ ക്രിയേഷൻ. എന്താണ് ഈ ക്രിയേഷൻ? ബേസിക്കലി കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. there is no creation and so there is no creator. ക്രിയേഷന് ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് വരിക.
കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെ ഏതെങ്കിലും ഒരു മതശാസ്ത്രജ്ഞനോ വിശ്വാസിക്കോ കഴിയുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ക്രിയേഷൻ ആയിരിക്കും, ഒന്നുമില്ലായ്മയായിരിക്കണം, ഒരാൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ല അങ്ങനെ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും. പ്രപഞ്ചത്തിലെങ്ങും ഇല്ലാത്തൊരു ഉദാഹരണം, പ്രപഞ്ചത്തിൽ എങ്ങും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, പ്രപഞ്ച വിരുദ്ധമായ ഒരു കാര്യമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകും. നമ്മൾ കാണുന്ന ഉദാഹരണങ്ങളൊന്നും സൃഷ്ടിയല്ല, ഒരു ഉദാഹരണവും സൃഷ്ടിയല്ല. അതെല്ലാം ഒന്നീ നിർമ്മാണങ്ങളോ രൂപപരിണാമ മാറ്റങ്ങളോ, either evolution or production or change or metamorphosis. They are not creation. There is no creation. ബിഗ് ബാങ്ങിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. ബിഗ് ബാങ്ങും സൃഷ്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. പല വിശ്വാസികളും ബിഗ് ബാങ് അംഗീകരിക്കാറുണ്ട്. അത് സൃഷ്ടി കഥയൊന്നുമല്ല, അത് ആക്ച്വലി പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. വളരെ ഇന്നത്തെ പ്രപഞ്ചം സാന്ദ്രത കൂടിയ, വളരെ ചെറുതായ, വളരെ ചൂട് പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് അത് പറയുന്നത്. ബിഗ് ബാങ് സാന്ദ്രത കൂടിയ, ചെറിയ, ചൂട് പിടിച്ച ഒരവസ്ഥ. എന്നുവെച്ചാൽ ഇത്ര ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കാരണം പ്രപഞ്ചം വികസിക്കുകയാണ്, ആ വികാസം ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഓരോ ദിവസവും അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ തലേന്ന് അത്രയില്ല ചുരുങ്ങി ഓരോ ദിവസം പുറകോട്ട് പോകുമ്പോൾ ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ ചെറിയൊരു സ്ഥലത്ത് ആയിരിക്കും. അത്രേ ഉള്ളൂ. അത് ലോജിക് അല്ലാതെ പക്ഷെ സൃഷ്ടിയല്ല. പക്ഷെ അത് എന്താണ്? ഇത് പ്രപഞ്ചത്തിന്റെ ചുരുങ്ങിയ അവസ്ഥയാണ്, ചൂട് പിടിച്ച അവസ്ഥയാണ്, സാന്ദ്രത കൂടിയ അവസ്ഥയാണ്. അപ്പൊ പ്രപഞ്ചം അവിടെ ഇല്ലേ? ആ പ്രപഞ്ചം അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തോ സൃഷ്ടി എന്താണ്? സൃഷ്ടി കഥയല്ല ബിഗ് ബാങ്. ബിഗ് ബാങ് പ്രപഞ്ച വികാസത്തിന്റെ പരിണാമത്തിന്റെ ചരിത്ര കഥയാണ്. സൃഷ്ടിയായിട്ട് ഒരു ബന്ധമില്ല. ഇനി പലരും ചോദിക്കാറുണ്ട് ബിഗ് ബാങ്ങിന് മുമ്പ് എന്തുണ്ടായിരുന്നു? നമ്മൾ പറയാറുണ്ട് ബിഗ് ബാങ് മാറ്ററിന്റെ വികാസം, അല്ലെന്നുണ്ടെങ്കിൽ മാറ്ററും എനർജിയും സ്പേസ് ടൈം എല്ലാം കൂടെ ചേർന്ന് അതിന്റെ വികാസം. ഈ ടൈം എന്ന് പറയുന്നത് അനുഭവപ്പെടുന്ന ഏക കാര്യം എന്ന് പറയുന്നത് മാറ്റർ മാത്രമാണ്, ദ്രവ്യം മാത്രമാണ്. എനർജിക്ക് ടൈമില്ല, എനർജിക്ക് ടൈം അനുഭവപ്പെടില്ല. ബിഗ് ബാങ്ങിന്റെ സമയത്ത് ആദ്യം ഉണ്ടായ ഒരു ഫോട്ടോൺ എന്നിരിക്കട്ടെ, ആ ഫോട്ടോണിന്റെ ഇപ്പോഴത്തെ പ്രായം അത് തന്നെയാണ്. പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയം നിലയ്ക്കും. മാറ്ററിന് മാത്രമാണ് സമയമുള്ളത്. അപ്പം പ്രപഞ്ചം ആക്ച്വലി എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതായത് വളരെ ചെറുതായിരുന്നു, ചൂട് പിടിച്ചതായിരുന്നു, സാന്ദ്രത ഉള്ളതായിരുന്നു, വികസിച്ചു വരിക. അപ്പൊ ഇത് എന്തിനെയാണ് ഒരാൾ സൃഷ്ടിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രപഞ്ചം വികസിക്കുകയാണ്, ഹൈലി ആക്സിലറേറ്റ് ചെയ്യുക. അകലെയുള്ള ഗാലക്സികൾ കൂടുതൽ വേഗത്തിലും അടുത്തുള്ള ഗാലക്സികൾ കുറഞ്ഞ വേഗത്തിലും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സ്പാൻഷന്റെ റേറ്റ് കൂടി വരികയാണ്. ഈ പ്രപഞ്ചം തിരിച്ച് പഴയ നിലയിൽ വരുമോ എന്ന് തന്നെ സംശയമാണ്. അത്ര രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം, ആക്സിലറേറ്റ് ചെയ്യണം. ആക്സിലറേഷൻ മീൻസ് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് കൂടി വരിക. കൈവിട്ടു പോയി. ഇതിൽ ഏത് കാര്യം ആണ് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വസ്തു നമുക്ക് പറയാം, ഒരാൾ ഉണ്ടാക്കി എന്ന് പറയാം, ഒരു പേന ഉണ്ടാക്കി എന്ന് പറയാം. പേന എവിടെ ഉണ്ട്? പേന വളരില്ല. ഒരു കുടം, ഒരു കൊശവൻ ഉണ്ടാക്കി എന്ന് പറയാം, അത് വളരുകയോ വികസിച്ച് മറ്റുള്ള ഗാലക്സികളിലേക്ക് പടരുകയില്ല. പക്ഷെ പ്രപഞ്ചത്തിന്റെ കഥ എന്താണ്? പുതിയ നെബുലകൾ, പുതിയ ഗാലക്സികൾ, പുതിയ നക്ഷത്രങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, വലുതാകുന്നു, ചെറുതാകുന്നു, പ്രപഞ്ചം മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന ഒരു സാധനം ഇതാണോ ഉണ്ടാക്കിയത്? ഇതെങ്ങനെ ഉണ്ടാക്കുക? പിന്നെ ഇതിന് സ്വിച്ച് ഇട്ട ആളെന്ന് പറയാം. ഇത് സ്വിച്ച് ഇട്ട ആൾ, അതാ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അയാൾ സ്വിച്ച് ഇട്ടു, ഇതിങ്ങനെ എന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് സൃഷ്ടികഥയല്ല. സൃഷ്ടികഥ എന്താണ്? ഒന്നാം ദിവസം രാത്രിയും പകലും ഉണ്ടാകട്ടെ എന്ന് കണ്ടു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം എങ്ങനെ വന്നു? സൂര്യൻ ഇല്ലാതെ, അല്ലെ ഏതെങ്കിലും നക്ഷത്രം ഇല്ലാതെ. ആദ്യം വെളിച്ചം ഉണ്ടാക്കുക, പക്ഷെ 4-ാം ദിവസമാണ് സൂര്യനെ ഉണ്ടാക്കുന്നത്.
ഈ സൃഷ്ടികഥയിലേക്ക് ഒരാൾ പോലും ഒരിക്കലും പോകാറില്ല. ഞാൻ ഈ സൃഷ്ടികഥയുടെ അപഹാസ്യതയെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. അത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ബിഗ് ബാങ് എന്ന് പറയുന്നത് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടോ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇനി വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, എന്തുകൊണ്ടാണ് സൃഷ്ടിയില്ല സൃഷ്ടാവും എന്ന് ഞാൻ പറയുന്നത്? ആ ലോജിക്ക് ഇതാണ്. ഒരു വസ്തുവിന്റെ കാരണതയെ കുറിച്ച് നമ്മൾ പറയുന്നത്. എന്ത് ഈ കാരണം, കാര്യം എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ചില വ്യവഹാര ഭാഷയിൽ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പോ ഓവർ സ്പീഡ് കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറയുന്നത് ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷെ എതിരെ വന്ന ആള് വിദഗ്ധമായി വെട്ടിച്ചുകൊണ്ട് പോയാൽ ആക്സിഡന്റ് സംഭവിക്കും? ഇല്ല. അപ്പോൾ നമ്മൾ പറയും ഓവർ സ്പീഡ് വിടുന്നുണ്ടായിരുന്നു, മറ്റേ ആള് സിറ്റിംഗ് ഡെക്കായിട്ട് ആയിപ്പോയി, അയാൾക്ക് മാറ്റാനും പറ്റിയില്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അപകടം ഉണ്ടാവും. ഈ രണ്ട് കാര്യമാണോ? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്. അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രപഞ്ചമാണ്. ഒരു സംഭവത്തിനും ഒരു ഇവന്റിനും ഒരു കാരണമില്ല. സിംഗിൾ റീസൺ എന്ന് പറയുന്നത് അബ്സേർഡാണ്. സിംഗിൾ റീസൺ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാം? ഒരെണ്ണം. ഇപ്പോൾ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പറയും തുടങ്ങിയതിനെല്ലാം ഒരു കാരണമുണ്ട്. ഒരു കാരണമുണ്ട്, ഒരു കാര്യമില്ല. അങ്ങനെ ഒരെണ്ണം കൊണ്ടുപോവാ. ഒരു കാരണം ഉള്ള ഒന്നുമില്ല, ബഹുവിധ കാരണങ്ങളാണ്. ഇത് എത്തീസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അതിനെ തള്ളാൻ കഴിയുന്ന ആരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് ഈ കിടന്ന് നിരങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒരു കാരണം, ഒറ്റ കാരണത്താൽ നിലനിൽക്കുന്ന, ഉണ്ടായ, വികസിക്കുന്ന ഒരു സംഗതി, ഒരു ഇവന്റ്, ഒരു വ്യക്തി, എന്തെങ്കിലും ഒരു ഏക കാരണം. ദൈവത്തെ അവതരിപ്പിക്കുന്നത് ഏക കാരണമായിട്ടാണ്. ആലോചിക്ക്. ഇനി വേറൊരു കാര്യം, ഇപ്പൊ ഈ ലാപ്ടോപ്പ്, ഇതിന്റെ കാരണം, ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു സംഗതി നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പോകണം. ഒന്ന്, ഈ ലാപ്ടോപ്പിന്റെ ഉള്ളിലേക്ക് പോകണം. ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുന്ന പാർട്സ് ഉണ്ട്. ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്കിനുള്ളിലെ സ്ട്രക്ചർ ഉണ്ട്, അതിനുള്ളിലെ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, പിന്നെ കുറേയധികം കാര്യങ്ങൾ ഉള്ളിലേക്ക്. പിന്നെ അതിന്റെ കോർഡിനേഷൻ ഉണ്ട്. ഈ കോർഡിനേഷനും എല്ലാം കൂടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പടം ഇവിടെ വരികയും ഈ പടം ഞാൻ എടുത്ത് അവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ കാരണം ഇതിന്റെ ഉള്ളിലാണ്. ഏതൊരു വസ്തുവിന്റെയും ഏതൊരു ഇവന്റിന്റെയും കാരണം അതിനുള്ളിലാണ്. അകത്തോട്ട് പോകണം. എന്നാൽ അകത്തോട്ട് പോയാൽ മാത്രം പോരാ, പുറത്തോട്ടും പോകണം. ഈ ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കാൻ കാരണം എന്താണ്? ഈ ലാപ്ടോപ്പ് കത്തിപ്പോകുന്ന ചൂട് ഇവിടെ ഇല്ല, ഇതിനെ ഞെരിച്ചമർത്തുന്ന മർദ്ദം ഇവിടെ ഇല്ല. ഇതിവിടെ നിലനിന്നെങ്കിലല്ലേ പറ്റൂ. അപ്പൊ അതനുസരിച്ചുള്ള അന്തരീക്ഷം, അതനുസരിച്ചൊരു ഗ്രഹം, അതനുസരിച്ചൊരു നക്ഷത്രം പോയി 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 പോവാണ്. ഇതിന്റെ കാരണങ്ങൾ പുറത്തേക്ക് പോകുന്നു, ഈ കാരണങ്ങൾ അകത്തേക്ക് പോകുന്നു. ഇൻ ആൻഡ് ഔട്ട് ആണ്. എവിടെ ഏക കാരണം? ഏതൊരു വസ്തുവിന്റെയും അങ്ങനെയാണ്. ഞാനിവിടെ നിൽക്കുന്നു, നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നു. NDP ഉണ്ടോളാണ് നിൽക്കുന്നത് അല്ലേ? ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറയും. നിങ്ങൾ പറയും ഞങ്ങൾ വിൽ പവർ കൊണ്ടാണ് നിൽക്കുന്നത്. അല്ല, വിൽ പവർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടിയാൽ നമ്മൾ പൊട്ടിപ്പോവും, ടെമ്പറേച്ചർ കൂടിയാൽ നമ്മൾ കത്തിപ്പോവും അല്ലേ? ആഹാരം ഇല്ലെങ്കിൽ നമ്മൾ കുഴിപ്പോവും. എത്ര കാരണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓരോ കാരണവും പിന്നെ ഒരുപാട് ഉപകാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താ ഏക കാരണം? ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, ഏക കാരണം. ഒരാളാണല്ലോ. എല്ലാ മതങ്ങളും പറയുന്നത് ഇന്നാരെന്നാണ്. അള്ളാ, യേശു, ശിവൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരാളിലാണ്, അല്ലെ ബ്രഹ്മം. അങ്ങനെ ഒരു സംഗതി സാധ്യമല്ല.
ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും വസ്തുവിന്റെ കാരണം ഉള്ളിലും പുറത്തുമാണ്. നിങ്ങളുടെ കാരണം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുള്ളത്. പുറത്ത് അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുള്ളത്. ചൂട്, മർദ്ദം, ബാക്കി വേരിയബിൾസ് എല്ലാം കൃത്യമായതുകൊണ്ടാണ് നിങ്ങളുള്ളത്. ടെമ്പറേച്ചർ -200 ആണെങ്കിൽ നിങ്ങളുണ്ടോ? പുറത്ത് ഇല്ല. അപ്പോൾ നിങ്ങൾ വീനസിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാന്ദ്രത 90 ഇരട്ടിയിലധികമാണ് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സാന്ദ്രത. കാര്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സമൃദ്ധമായ സാന്നിധ്യം. അവിടെ വണ്ടി ഓടിക്കുന്ന ഒരു 40 കിലോമീറ്ററിൽ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പാറ വന്നിടിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് വെള്ളത്തിൽ കൂടെ പോകുന്നോണെന്ന് തോന്നും. അത്ര വലിയ സാന്ദ്രതയാണ്. ഈ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് കിടപ്പുണ്ട്. ഈ ഭൂമി അല്ലാതുള്ള മറ്റ് ഗ്രഹങ്ങളിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് നിൽക്കാൻ പറ്റുമോ? ആ ഹെൽമെറ്റും ആ സൂട്ടും എല്ലാം ആയിട്ട് നിൽക്കാം, ഓക്സിജൻ സപ്ലൈ ഒക്കെ ആയിട്ട്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ പോയി. അപ്പൊ കാരണം എന്താണ്? പുറത്താണ്. കാരണം എന്താണ്? അകത്താണ്. അകത്താണ്, പുറത്താണ്, പലതാണ്. Then where is ഏക കാരണം? പുറത്താണ്, അകത്താണ്, പലതാണ്. ഏക കാരണമില്ല. ആലോചിക്കുക. ഇനി മറ്റൊരു കാര്യം, അതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് എടുക്കാം. ഈ ഒരു സംഗതിയെക്കുറിച്ച് ഹോമൻക്യുലസ് ഫാലസി എന്ന് പറയും. ഈ ഹോമൻക്യുലസ് ഫാലസി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വിഷൻ, കാഴ്ച. ഇപ്പൊ ഞാൻ ഒരാളെ കാണുന്നു. ഞാൻ പത്തനംതിട്ടക്കാരനായ സജിത് ലാലിനെ കാണുന്നു. എങ്ങനെയാ ഞാൻ കാണുന്നത്? അദ്ദേഹത്തിൽ പ്രകാശം വീഴുന്നു. ആ പ്രകാശത്തിന്റെ രശ്മികൾ എൻ്റെ കണ്ണിൽ പതിക്കുന്നു. ആ കണ്ണില് പതിക്കുന്ന പ്രകാശരശ്മികൾ എൻ്റെ ഞരമ്പുകൾ, വിഷ്വൽ നെർവ്സ് വഴി, എൻ്റെ ഓപ്റ്റിക്കൽ നെർവ്സ് വഴി എൻ്റെ ഓക്സിപിറ്റൽ ലോബിൽ ചെല്ലുന്നു. അവിടെ ഇമേജ് പ്രോസസ് ചെയ്യുന്നു. ഈ ഇമേജ് പണ്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സജിത് ലാലാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. വേറൊരാൾക്ക് സജിത് ലാലിനെ കാണാൻ കഴിയും, പക്ഷെ സജിത് ലാലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതോ ആർണോൾഡ് ഷ്വാർസനെഗർ വല്ലതും ആണെന്ന് അവർ തെറ്റിദ്ധരിക്കും. എനിക്ക് അറിവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചറിയും. ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷന്റെ കാര്യത്തിൽ ഞാൻ ഒരാളെ കാണുന്നു, പക്ഷെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഈ സജിത് ലാൽ ആണെന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കി? അതിന് പഴയ മനുഷ്യർ കണ്ടെത്തിയൊരു കാര്യം എന്താ അറിയോ? ഇതാണ് ഹോമൻക്യുലസ് ഫാലസി, ഹോമൻക്യുലസ് ആർഗ്യുമെന്റ് എന്ന്. അതായത് എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് രവിചന്ദ്രനുണ്ട്. എൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ചെറിയ രവിചന്ദ്രനുണ്ട്. ആ രവിചന്ദ്രൻ ഒരു കുഞ്ഞ് സജിത് ലാൽ ഉണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ. അതിനെ കണ്ടത് എന്നെ അറിയിച്ചു, ഞാൻ പറയുന്നു. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞ് രവിചന്ദ്രൻ എങ്ങനെയാണ് കണ്ടത് എന്നൊരു ചോദ്യം കാണും. ആ കുഞ്ഞു രവിചന്ദ്രൻ്റെ ഉള്ളിൽ വേറൊരു കുഞ്ഞു രവിചന്ദ്രനുണ്ട്. ആ കുഞ്ഞു രവിചന്ദ്രൻ ചെറിയൊരു കുഞ്ഞ് സജിത് ലാലിനെ കണ്ടു. അത് രണ്ടാമതിനോട് പറഞ്ഞു കൊടുത്തു. പുറകോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് പോകും, ഒടുങ്ങാത്ത പരമ്പര. അറിവും വേണമല്ലോ, കണ്ടാൽ മാത്രം പോരാ. നിങ്ങളൊരു ക്യാമറക്കകത്ത് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തെ പിടിക്കാം, പക്ഷെ അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം ക്യാമറയെ പിടുത്ത പിക്ചർ വെച്ചിട്ട് AI ഉണ്ടാക്കണം. AI എന്ന് പറയുന്നത് എന്താണ്? ഇത് സജിത് ലാലാണ്. അപ്പൊ ഇദ്ദേഹത്തെ വീണ്ടും കാണിക്കുന്ന എല്ലാം ഇതായിട്ട് വരും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു മനുഷ്യനും, തലയ്ക്കുള്ളിൽ ഒരു കുഞ്ഞു മനുഷ്യനും, ആ കുഞ്ഞു മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു മനുഷ്യനും പുറകോട്ട് പോകുന്ന രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഇതാണ് യഥാർത്ഥത്തിൽ ദൈവസിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഈ ഭൂമി എന്തിന്റെ മേളിലിരിക്കുന്നു പറഞ്ഞാൽ പണ്ടൊരു മുത്തശ്ശി കഥയുണ്ട്, ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്നേക്കാം. ഭൂമിയെ താങ്ങി നിർത്തുന്ന ഒരു ആമയാണ്. ഈ ആമ ആരാ താങ്ങി നിർത്തുമെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊരു ആമയാണ്. ആ രണ്ടാമത്തെ ആമ എവിടെന്ന് വെച്ചാൽ അത് വേറൊരു ആമയുടെ മേളിലിരിക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ ആമ അത് വേറൊരു ആമയുടെ മേളിലിരിക്കുകയാണ്. ഇങ്ങനെ ആമകളുടെ നിർത്താത്ത പരമ്പരയിൽ അവസാനം ഭൂമി. അപ്പൊ ഈ ഭൂമി എവിടെങ്കിലും നിൽക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഒരു ആമ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാമയിൽ നിൽക്കില്ല. 1000, 1 കോടിയോ 1 ട്രില്യനോ അനന്തമായ ആമകൾ. ദൈവത്തിന്റെ ആർഗ്യുമെന്റ് ഇത്രേ ഉള്ളൂ. ഈ പ്രപഞ്ചം അല്ല, ഒരു ഭൂമിയാണ് മൊത്തം. ഈ റിലീജിയൻ മൊത്തം, ദൈവം മൊത്തം ആന്ത്രോപോസെൻട്രിക് ആണ്.
മനുഷ്യനുമായി ചുറ്റിപ്പറ്റി നടക്കില്ല. ഇറച്ചിക്കടയ്ക്ക് ചുറ്റും പട്ടി കറങ്ങി നടക്കുന്നോണം മനുഷ്യന് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സാധനമാണ് ദൈവം. മനുഷ്യൻ മുടി മറയ്ക്കുന്നുണ്ടോ? മുടി മറയ്ക്കുന്നില്ല, പ്രശ്നമാണ്. ഈസ് അപ്സെറ്റ്. അല്ലെങ്കിൽ മനുഷ്യൻ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടോ? അതൊക്കെയാണ് ഭയങ്കര പ്രശ്നം. ഈ ദൈവങ്ങൾക്ക് പണ്ടേ അറിയാം ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന്, കണ്ടമാനം ദൈവങ്ങളുണ്ടെന്ന് ദൈവങ്ങൾക്കറിയാം. പക്ഷെ വിശ്വാസികളാണ് സമ്മതിക്കുന്നത്. അവർ പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ആ ദൈവങ്ങളുടെ ഒരു മഹാമനസ്കത വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ദൈവം കുറെ ഉണ്ട്. ഏതാ നമ്മളിപ്പോ ചന്തയിൽ പോയി പല പല മീൻ വാങ്ങിക്കുന്നില്ലേ? മുള്ളുള്ള മീൻ, മുള്ളില്ലാത്ത മീൻ, ചോരയുള്ള മീൻ, ചോരയില്ലാത്ത മീൻ. ദൈവങ്ങള് അവർ പറഞ്ഞിട്ടുണ്ട്, എടേ ഞാൻ ഇവിടെ ഉണ്ട്, വേറെ കുറെ അൽവലാദികളുണ്ട്, അതുകൊണ്ട് അവരെ ഒന്നും എടുക്കരുത്, എന്നെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വിശ്വാസം എന്താണ് പറയുന്നത്? ഇയാൾ മാത്രമേ ഉള്ളൂ. ഏകദൈവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാഷിസമാണ്. ദൈവവും ഫാഷിസ്റ്റാണ്, വിശ്വാസിയും ഫാഷിസ്റ്റാണ്. ദൈവത്തെ കൊണ്ട് ആർക്കും ശല്യമില്ലല്ലോ, ഒരു ശല്യമില്ല. ദൈവം ആരെ എന്തെങ്കിലും ചെയ്തായിട്ട് എന്തെങ്കിലും തെളിവോ നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ വിശ്വാസി വെരി ഡേഞ്ചറസ്. ദൈവഭയം എന്ന് പറഞ്ഞാൽ വിശ്വാസി ഭയം എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തെ ആരും ഭയക്കുന്നില്ല. എനിക്കൊരു ഭയമില്ല, വിശ്വാസിക്കും ഭയമില്ല. ഞാൻ പലപ്പോഴും പറയുന്നത്, ശബരിമലയിലായാലും പണ്ട് ഈ പൈസ എണ്ണുന്ന ആളുകൾ അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുണ്ട്. പൈസ ഇങ്ങനെ വാരി കൂട്ടിയിട്ട് എണ്ണുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. 2007 വരെ നമ്മുടെ സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴാണ് അത് മാറ്റിയത്. അതിന്റെ കാരണം എന്താണ്? വിശ്വാസികളുള്ള വിശ്വാസമാണത്. അപ്പൊ ബേസിക്കലി നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത് വിശ്വാസികളെ കുറിച്ച് മാത്രമാണ്, മതത്തെ കുറിച്ച് മാത്രമാണ്. ബാക്കി തിയറി കണ്ടിൻജൻസി ആർഗ്യുമെന്റിന് ബദലുണ്ടോടാ ചിലൊക്കെ ചോദിക്കുന്നത്. കണ്ടിൻജൻസി നെസസറി ബീയിങ് ആണോ? ഇതൊക്കെ ഇതിനൊന്നും പുറകെ പോകാനേ പാടില്ല. യാചിക്കാനായിട്ടൊരു എക്സ്റ്റേണൽ ഏജന്റ്, കൈക്കൂലി കൊടുക്കാനായിട്ടൊരു ഏജന്റ്, വാഴ്ത്താനായിട്ടൊരു ഏജന്റ്, അങ്ങനെ ഒരു ഏജന്റിനെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതെല്ലാം. അപ്പൊ ഈ ഹ്യൂമൻ ക്യൂലസ് ആർഗ്യുമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണ്, സിംഗിൾ കോഴ്സ്. അപ്പോ എത്തീസ്റ്റുകൾ ഒക്കെ ചോദിക്കും, എത്തീസ്റ്റുകളെന്നല്ല ആരായാലും ചോദിക്കും, എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണം, തന്നെ ഉണ്ടാവില്ല. തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് തെറ്റാണ്. തന്നെ ഉണ്ടാകൂ. സുൽത്താൻ ബത്തേരി തന്നെ ഉണ്ടാകൂ. തന്നെ ഉണ്ടാകാത്ത ഒന്നും എങ്ങുമില്ല. അതാണ് തന്നെ ഉണ്ടായെന്നാണോ പറയുന്നത്? ഒരു മൊട്ടുപ്പിൻ ഉണ്ടാക്കാൻ പറ്റാത്ത നീയൊക്കെയാണോടാ? ഒരു മൊട്ടുപ്പിൻ തനിയെ ഉണ്ടാകുമോ? മൊട്ടുപ്പിൻ തനിയെ ഉണ്ടാവില്ല. മൊട്ടുപ്പിൻ തനിയെ ഉണ്ടാവുമായിരിക്കും. പ്രോബബിലിറ്റി നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്നാൽ ചിലപ്പം എല്ലാം പ്രോബബിലിറ്റി ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് സമയത്തിനും ഒരു മൊട്ടുപ്പിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന് വളയ്ക്കണം. നമ്മളുണ്ടാക്കുന്ന സാധനമാണ്, മാൻമെയ്ഡ് തിങ് ആണ്. പക്ഷെ പ്രപഞ്ചം ഉണ്ടാക്കാൻ പാടില്ല. പ്രപഞ്ചം ഉണ്ടായി. മൊട്ടുപ്പിൻ ഉണ്ടാക്കണമെങ്കിൽ അടിച്ച് ഊപ്പാട് വരും. ഈ സാധനം എല്ലാം ഇരുന്ന് വളയ്ക്കണം, ഉണ്ടാക്കണം, നല്ല പണിയാണ്. അത് മാൻമെയ്ഡ് തിങ് ആണ്. ഈ മാൻമെയ്ഡ് തിങ് തന്നെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും, പക്ഷെ അതിന്റെ പ്രോബബിലിറ്റി വളരെ കുറവ്. മനുഷ്യൻ ഉണ്ടായിട്ട് 2 ലക്ഷം വർഷമല്ല ആയുള്ളൂ. പ്രപഞ്ചം ഉണ്ടായിട്ട് എത്രയാ? 13.8 ബില്യൺ വർഷം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. 2 ലക്ഷം, 100 ലക്ഷം, 1 കോടി. 100 കോടിയാണ് 1 ബില്യൺ. 13.8 ബില്യൺ ആണ് പ്രപഞ്ചത്തിന്റെ പ്രായം. അതായത് മാറ്ററിന്റെ, ദ്രവ്യത്തിന്റെ പ്രായം. പക്ഷെ പ്രപഞ്ചത്തിന്റെ വിസ്തീർണം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 93 ബില്യൺ വർഷമുണ്ട്, പ്രകാശ വർഷമുണ്ട്. അത് വേറെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണം. അതുകൊണ്ട് ദൈവം. എല്ലാം ഉണ്ടാക്കാൻ ആരും വേണ്ട, എല്ലാം തനിയെ ഉണ്ടാകുന്നത്. ഇത് 2 ശരിയാണ്. പിന്നെന്തിനാണ് ഇങ്ങനെ? അപ്പൊ 2 തെറ്റിന്റെ മേളിൽ 3ാമത്തെ ഒരു സാധനം കൊണ്ടുവെക്കാണ് എല്ലാം ഉണ്ടാക്കാൻ ദൈവം. അപ്പൊ ആളുകൾ ചോദിക്കും, പണ്ട് ആളുകൾ ചോദിച്ചു, ആളുകൾ പറഞ്ഞിട്ടില്ല എല്ലാം തനിയെ ഉണ്ടാകുകയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ എസൻസ് ഗ്ലോബൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റുമായിട്ട് ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം തനിയാണ് ഉണ്ടാകുന്നത്.
ഞാനിത് പറഞ്ഞിട്ട് അത് കേരളത്തിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇന്ന് വരെ ആരും അത് ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം തനിയെ ഉണ്ടാകുന്നത്. ഞാൻ വീണ്ടും ഇവിടെ നിന്ന് പറയാം, എല്ലാം തനിയെ ഉണ്ടാകുന്നു. തനിയെ ഉണ്ടാകാത്തൊരു കാര്യം പറയാം. തനിയെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാവില്ല. തനിയെ ഉണ്ടാകുന്നതൊന്നും നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചിലപ്പോൾ സമയമെടുക്കും. അപ്പോ എന്നിട്ട് ഇതൊന്നും അവരൊന്നും പരിഗണിക്കത്തില്ല. അവർ ചുമ്മാ എല്ലാം മാറ്റിയിട്ട് എല്ലാം ഉണ്ടാക്കി, ഒരാളിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കി, കസേര ഉണ്ടാക്കിയ മേശിരി പോലെ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം. ഓക്കെ. അപ്പോൾ ആളുകൾ പണ്ട് ചോദിച്ചിരുന്നു, അപ്പൊ ഈ ദൈവത്തെ ഉണ്ടാക്കിയ ആരാ? അതെന്ത് ചോദ്യം അത്? അതൊരുമാതിരി ഡാഷ് ചോദ്യമാണല്ലോ. അതെന്താ അങ്ങനെ പറയുന്നേ? ദൈവത്തെ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം യഥാർത്ഥത്തില്ല. ദൈവത്തിന് ഉണ്ടാകാൻ കാരണം വേണ്ട. ബാക്കി എല്ലാത്തിനും കാരണം ദൈവം, ദൈവത്തിന് കാരണം വേണ്ട. സൗകര്യം, ഒരു സൗകര്യം. എന്താ അങ്ങനെ? അങ്ങനൊന്നുമില്ല, ഇതാണ് സൗകര്യം. ഞങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയും, എന്നാലും ഒരു കാരണത്തിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറയാം, ഈ കാരണത്തിന്റെ പിന്നിൽ ഒരു കാരണം, അതിന്റെ പിന്നിൽ ഒരു കാരണം, അതിന്റെ പിന്നിൽ ഒരു കാരണം, കാരണം 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 എന്ന് പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അനന്തമായ പശ്ചാത്ഗമനം, ഇൻഫിനിറ്റ് റിഗ്രസ്, അതിൽ അവസാനിക്കും. അക്വിനാസ് പറഞ്ഞു, ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയുന്നത് അബ്സേർഡ് ആണ്. അതെങ്ങനെയാണ്? അബ്സേർഡ് ആണ്, സമ്മതിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും കാരണം കണ്ടെത്താൻ കഴിയാതെ പുറകോട്ട് പോകുന്നു. നിങ്ങൾ കാരണം കണ്ടെത്തുന്നില്ല, അത് അബ്സേർഡ് ആണ് എന്ന് പറയുന്നു. അബ്സേർഡ് ഒന്നുമില്ല. അബ്സേർഡ് ആവാൻ കാരണം എന്താണ്? ഇൻഫിനിറ്റ് റിഗ്രസ് ഉണ്ടാവാൻ കാര്യം എന്താണ്? നിങ്ങൾ ഒരു ഏജന്റിനെ വെച്ചു, ഉണ്ടാക്കിയ ഒരാളാണെന്ന് പറഞ്ഞു, അല്ലെ ഒരു കാരണമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ കാരണം ചോദിക്കുന്നു. നിങ്ങൾ ഒരു കാരണമാണ് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളാണ് ഇൻഫിനിറ്റ് റിഗ്രസ് ഉണ്ടാക്കിയത്. ആ ഇൻഫിനിറ്റ് റിഗ്രസ് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ദൈവത്തെ അവിടെ കൊണ്ടുവെക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കാരണം ചോദിക്കും. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രസ് ആവും, അത് ഭയങ്കര മോശം കാര്യമാണ്, അത് നാണക്കേടാണ്, ഇങ്ങനെ അങ്ങ് പോവും ഇൻഡെഫിനിറ്റ് ആയിട്ട്. അതുകൊണ്ട് ഒന്നിൽ തുടങ്ങിയേ പറ്റൂ. ആര് പറഞ്ഞു പറ്റൂന്ന്? ആർക്കായി നിർബന്ധം? ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഫാലസി കൊണ്ടുവച്ചു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇൻഫിനിറ്റ് റിഗ്രസ് നിങ്ങളുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. ഇൻഫിനിറ്റ് റിഗ്രസ് ആയതുകൊണ്ട് ദൈവത്തെ അപ്പോയിന്റ് ചെയ്യണം, അവിടെ വെച്ച് തീർക്കണം. നിങ്ങൾ ഒന്ന് ഒതുങ്ങ്. നമ്മൾ ഒതുങ്ങില്ല. അല്ലെ, നിങ്ങൾ പറഞ്ഞു പോകുന്ന ഈ ഹ്യൂമൻ ക്യൂലസ് ഈ സാധനമാണ്. ഈ സാധനം വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ വേറെ ഒരു കുഞ്ഞു ഉള്ളി തൊലിക്കുന്നത് പോലെ അവസാനം കുരു തൊലിക്കുമ്പോൾ അത് ശരിയാവില്ല. കുരു തൊലിച്ചൊന്നും ഇല്ലാത്ത അവസ്ഥ വരും. എന്നാലും ഒരു ആറ്റം പിന്നെയും കോർക്കുകളായിട്ടും ക്വാണ്ടം ലെവലിലേക്ക് പോകും. എന്നാലും സീറോയിൽ വരില്ല. ഈ സിംഗിൾ റീസൺ എന്ന് പറയുന്ന സംഗതിയാണ് മതത്തിന്റെ കോർ. സിംഗിൾ സീസൺ ഞാൻ പറഞ്ഞു, അത് ലോജിക്കൽ ഫാലസിയാണ്. സിംഗിൾ കോസ്, ഒരു കാരണം, ഒരു റീസൺ എന്നൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ്, തെറ്റാണ്, മാനവ മര്യാദയുള്ള ആരും പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഈ സംവരണ സാഹിത്യമൊക്കെ ഇറക്കുന്നവർ പറയും, ഈ ഒരാള് ഡിസ്പാരിറ്റി, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടൊരു ഡിസ്പാരിറ്റി, ഒരു അസമത്വം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം അടിച്ചമർത്തലും വിവേചനവുമാണ്. ഈ മതം പോലെയാണ്. നമ്മുടെ ഈ ചില സംവരണവാദികളൊക്കെ പറയുന്ന മതം പോലെ തന്നെയാണ്. വേറെ ഒന്നും കാരണമാവില്ല. ഒരു സമൂഹത്തില് എന്തെങ്കിലും അസമത്വം എന്ന് പറഞ്ഞാൽ ഡിസ്പാരിറ്റി ഉണ്ട്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണ്? അടിച്ചമർത്തൽ. നമ്മൾ പറയാം, അടിച്ചമർത്തൽ ക്യാൻ ബി വൺ റീസൺ ഇൻ സം സൊസൈറ്റീസ്. അത് ഒരു കാരണമാകാം, ബഹുവിധ കാരണങ്ങളിൽ ഒന്നാകാം. എല്ലായിടത്തും ഒരേപോലെ ആകില്ലെങ്കിലും ബഹുവിധ കാരണങ്ങൾ ഒന്നാകും. പക്ഷെ അതുമാത്രമാണ് കാരണം എന്നൊരാൾ പറഞ്ഞാലോ? മാത്രം എന്നൊരു വാക്കൊരിക്കലും ഉപയോഗിക്കും. അങ്ങനൊരു മാത്രമില്ല. മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകം ആയി മാറും. അതൊരു ഫാഷിസ്റ്റ് സങ്കല്പമാണ്. അപ്പം ചില ആൾക്കാർ പറയാണ്, ഇതിനകത്ത് ഞാൻ കൊടുത്ത 2 ആർഗ്യുമെന്റ്. People died of cancer before cigarette were invented. So smoking doesn't cause cancer. തിരിച്ചു പറയാണ്, ആളുകൾ പുക വലിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്യാൻസർ വരുമായിരുന്നല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണല്ലോ.
ഓവർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ അനിയന്ത്രിതമായ അവസ്ഥയാണ്. നമ്മുടെ ആക്സലറേറ്റർ ജാമായ അവസ്ഥയെന്നോ ബ്രേക്ക് പൊട്ടിയ അവസ്ഥയെന്നോ ഒക്കെ പറയാവുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കാം എന്ന് നമ്മൾ പറയും. അപ്പം ആളുകൾ പറയാണ് സിഗരറ്റ് വരുന്നതിന് മുമ്പ് ക്യാൻസർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സിഗരറ്റ് നിർത്തിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ശരിയില്ല. അതുപോലെ തന്നെ പറയാറുണ്ട് ക്ലൈമറ്റ് ഹാസ് ചേഞ്ച് നാച്ചുറലി ഇൻ ദ പാസ്റ്റ് സോ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ മസ്റ്റ് ബി നാച്ചുറൽ. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെതിരെ നമ്മൾ പറയുന്നു ഈ കാർബൺ ഫോസിൽസ് കുറയ്ക്കണം, പെട്രോൾ ഡീസൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ പറയും ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം ഇതാണോ? ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വംശനാശം സംഭവിക്കുകയല്ലേ, നിരന്തരമായിട്ട് ഐസ് ഏജുകൾ ഉണ്ടാകുകയല്ലേ, ടെമ്പറേച്ചർ കുറയുന്നു കൂടുന്നു. ഭൂമിയിൽ ഉണ്ടായിരുന്ന 99% സ്പീഷീസുകൾ ഇന്നില്ല. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാർബൺ ഫോസിൽ, ആഗോള താപനം, നിങ്ങൾ എന്തിനാണ് ഹൈഡ്രജനിലേക്ക് പോകണം, കാർബൺ ഫോസിൽ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പുതുതായിട്ട് വന്ന ഒരു കാരണമായിട്ടാണ് പറയുന്നത്. കാർബൺ ഫോസിലിന്റെ ഉപയോഗം ആഗോള താപനത്തിന് കാരണമാകുന്നു. ആവറേജ് ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടുന്നു. 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ പോളാർ റീജിയനിൽ ഇരിക്കുന്ന ഐസ് ക്യാപ്പ് ഉണ്ട്, അത് ഉരുകിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായി, അത് സമുദ്രത്തിലേക്ക് തള്ളി സമുദ്രനിരപ്പ് ഉയരും. സമുദ്രനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ താണ പ്രദേശങ്ങളിൽ വെള്ളം കയറും. താണ പ്രദേശങ്ങളിൽ വെള്ളം കയറിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാതാവും. ഇത്രേ ഉള്ളൂ. പല രാജ്യങ്ങളും ഇല്ലാതാകും, പല ദ്വീപുകളും ഇല്ലാതാകും. ഏതാണ്ട് 200 കോടി ക്ലൈമറ്റ് റെഫ്യൂജീസ് ഉണ്ടാകും എന്നാണ് ഈ നിരക്കിൽ പോയാൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ബംഗ്ലാദേശിന്റെയൊക്കെ 30% ഭാഗം 2070 ആകുമ്പോൾ വെള്ളം കയറും, താണു കിടക്കുന്നു. അപ്പൊ അതിന് നമ്മളൊരു കാര്യം പറയുന്നു, ഈ 1 ഡിഗ്രി ആവറേജ് കൂടിക്കഴിഞ്ഞാൽ, 1 ഡിഗ്രി എങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. 38 ഡിഗ്രി 39 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല ഇപ്പൊ 40 ഡിഗ്രി ആയാലും പ്രശ്നമില്ല, നമ്മൾ 45 ഡിഗ്രിയിലും കിടക്കും. പക്ഷെ പോളാർ റീജിയനിൽ ഐസ് ഉരുകുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ക്രിട്ടിക്കലായിട്ട് 1 ഡിഗ്രി താപം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഈ ഐസ് വെള്ളമാകുന്ന തോത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ ആർട്ടിക് അവിടെ ചെല്ലുമ്പോൾ അത് ആർട്ടിക് പോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കടൽ തന്നെയാണ്. അന്റാർട്ടിക്ക മാത്രമാണ് ഒരു ഭൂഖണ്ഡം. ആ കടൽ ഇങ്ങനെ ഉറഞ്ഞു കിടക്കും, അതിൻ്റെ മേളിൽ കൂടെ ചവിട്ടി പോവാം. ചൂട് കൂടുമ്പം അത് അലിയും. ആർട്ടിക് ഓഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതിനൊരു കാരണമായിട്ട്, ഈ 1 ഡിഗ്രിയുടെ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ട്രാപ്പ് ചെയ്ത് നിർത്തും, രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അതാണ് കാർബൺ ഡൈ ഓക്സൈഡോ മെത്തേനോ ഒക്കെ ചെയ്യുന്നതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വീഴുന്ന ഹീറ്റ് അല്ല യഥാർത്ഥത്തിൽ ഈ ചൂടായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ വീഴുന്ന സൂര്യരശ്മികൾ ഈ ഉപരിതലത്തെ ചൂട് പിടിപ്പിക്കുന്നു. ആ ചൂടാണിത്. അതാണ് മുകളിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചി പറക്കുന്നതിന്റെ കാര്യമാണ്. സൂര്യന് കൂടുതൽ അടുത്ത് നിൽക്കുകയാണ് പർവ്വതങ്ങൾ, സൂര്യന് അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഭയങ്കര തണുപ്പാണ്. ഹിമാലയത്തിന്റെ മേളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ്, മൈനസാണ്. ഹിമാലയം പൊങ്ങി നിൽക്കുകയല്ലേ. എന്താ കാര്യം? ഇതാണ് കാര്യം. ഒന്ന്, അവിടെ എയറിന്റെ സാന്ദ്രത കുറവാണ്. 2, ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്, ആവി വരുന്നത്, ഉഷ്ണമൊക്കെ വരുന്നത് ഏറ്റവും ഉപരിതലത്തിലായിരിക്കും. ഇവിടെയാണ് കാർബൺ ഫോസിലിന്റെ കാര്യം. അപ്പം അതൊരു 1 റീസൺ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു റീസൺ. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു അഗ്നിപർവ്വതത്തെ തടയാൻ കഴിയില്ല, ഒരു എർത്തുക്കേക്കിനെ തടയാൻ കഴിയില്ല. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് മൂലം താപനില കൂടുന്നുണ്ട്. ഭൂമിയിൽ നാച്ചുറലായിട്ട് തന്നെയാണ് ക്ലൈമറ്റ് മാറിയിട്ടുള്ളത്, സമ്മതിക്കുന്നു. ഐസ് ഏജുകൾ നമ്മളുണ്ടാക്കിയല്ല, അന്ന് നമ്മളില്ല. ഈ ജീവികളെല്ലാം നശിപ്പിച്ചത് നമ്മളല്ല, അന്ന് നമ്മളില്ല. പക്ഷെ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളിപ്പം 750-800 കോടി ജനങ്ങളുണ്ട്, കടലിന്റെ അടുത്ത് താമസിക്കുന്നവരുണ്ട്. പണ്ടിങ്ങനെ കടലിന്റെ അടുത്തൊന്നും ഇത്രയും ആളുകളില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ മെനി റീസൺസ് ഉണ്ട്.
അതിൽ ഒരു റീസൺ ആണിത്. ആ റീസൺ നമുക്ക് കൺട്രോൾ ചെയ്യാം. ക്യാൻസറിന്റെ കാര്യത്തിലും പുകവലി എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. 65% ആളുകൾക്കും എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളതിന് യാതൊരു കാരണവും നമുക്കറിയില്ല. ഹെറിഡിറ്ററി അല്ല, കാർസിനോജനസ് ആയിട്ടുള്ള വസ്തുക്കളുമായിട്ടുള്ള സാമീപ്യമല്ല, ഒന്നുമല്ല. ഒരു ബന്ധവും ഇല്ലാതെ ഉണ്ടാവുകയാണ്, അറിയാതെ ഉണ്ടാവുകയാണ്. ഒരു പാരമ്പര്യവും ചരിത്രവും ഇല്ലാത്തവർക്ക് ക്യാൻസർ ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ ഒരു കാരണം നമുക്കറിയാം, ഈ പുകവലി ക്യാൻസർ ഉണ്ടാക്കാൻ അതിന് തെളിവുകളുണ്ട്, ഡേറ്റയുണ്ട്. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കാൻ പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് പുകവലിക്കുന്നതിന് മുമ്പേ ക്യാൻസർ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പുകവലി ക്യാൻസറിന്റെ കാരണമല്ല എന്ന് പറയാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബഹുവിധ കാരണങ്ങൾ, ഒന്നിലധികം കാരണങ്ങൾ. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാരണം, ആ കാരണത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ പുകവലിക്കാത്ത എത്രയോ പേർക്ക്, സ്ത്രീകൾ മിക്കവാറും പുകവലിക്കാറില്ല. കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്തനാർബുദം ഉൾപ്പെടെയുള്ള പല അർബുദങ്ങളും ഉണ്ടാകുന്നു പുകവലി മൂലമാണോ? അല്ല, പുകവലി മൂലമുള്ള ക്യാൻസറിനെ തടയാനായിട്ട് ആണ് ഈ പരസ്യം കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സിംഗിൾ അല്ല, മെനി റീസൺസ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി, സാധാരണ ഇതില് എത്തീസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഇസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഇതിനു മുന്നേ ഇത് കാൾ സാഗൻ പറഞ്ഞു, അങ്ങനെയല്ല. ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ആബ്സെൻസ് അല്ല. എന്താ ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാത്തത് ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഞാൻ നാസ്തികനായ ദൈവം പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്ന വാചകം ഇതാണ്. ഒരു എത്തീസ്റ്റ് ആർഗ്യുമെന്റാണ്. അപ്പൊ കാൾ സാഗൻ ഇങ്ങനെ പറയും. കാൾ സാഗൻ എക്സാക്ട്ലി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും പലയിടത്തും ഇങ്ങനെ കോട്ട് ചെയ്യുന്ന കാൾ സാഗൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതായി പറയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെയല്ല, തെളിവില്ല എന്നുള്ളത് ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ല. അതിനു മുന്നേ ഒരു കാര്യം കൂടെ നോക്കുക. ഈ ഒരു സാധനം എവിഡൻസും പ്രൂഫും ഒന്നല്ല, ഇത് രണ്ട് കാര്യങ്ങൾ. പ്രൂഫ് ഈസ് എ ഫാക്ട് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് സംതിങ് ടു ബി റിയൽ ഓർ ട്രൂ. എവിഡൻസ് ഈസ് ആൻ ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് ലീഡ് വൺ ടു ബിലീവ് സംതിങ് ഈസ് റിയൽ ഓർ ട്രൂ. നോക്കൂ, പ്രൂഫ് എന്ന് പറയുന്നത് ഒരു കാര്യം സത്യമാണോ വസ്തുതയാണോ എന്ന് തീർച്ചപ്പെടുത്തുന്ന ഒരു വസ്തുത, ഒരു വസ്തു, അതാണ് പ്രൂഫ് എന്ന് പറയുന്നത്. എന്നാൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഫർമേഷൻ ആണ്. ദാറ്റ് മൈറ്റ് ലീഡ് ടു ബിലീവ് സംതിങ് ടു ബി റിയൽ ഓർ ട്രൂ. ഒരു സജഷൻ ആണ്, ഒരു ഇൻഡിക്കേഷൻ ആണ്, ഒരു ഇൻഫർമേഷൻ ആണ്. അതിനെയാണ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഫൈനൽ ആൻഡ് കൺക്ലൂസീവ്. അത് അന്തിമമാണ്, അത് തീർച്ചപ്പെടുത്തിയതാണ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് ആണ്. ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് നീളുന്ന ഒരവസ്ഥയിലാണ്. ടെൻഡേറ്റീവ് ആണ് എവിഡൻസ്. അപ്പൊ എവിഡൻസും പ്രൂഫും രണ്ടാണ്. പ്രൂഫ് എന്ന് പറയുന്ന സാധനം എടുത്തോണ്ട് വരാം, ആ പ്രൂഫ് എടുത്തുകൊണ്ട് ഇതാണ് പ്രൂഫ്. എവിഡൻസ് പലപ്പോഴും സജസ്റ്റീവ് ആണ്, പലപ്പോഴും ലോജിക്കലാണ്. ലോജിക്കൽ എവിഡൻസ് എന്ന് കേട്ടിട്ടില്ലേ? ലോജിക്കൽ പ്രൂഫ് ഇല്ല, ലോജിക്കൽ എവിഡൻസ് ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക. ഇവർ പറയുന്ന ലാക്ക് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ല എന്നുള്ളത് ഇല്ലാത്തതിന്റെ തെളിവല്ല, മറിച്ച് ലാക്ക് ഓഫ് എവിഡൻസ് ഈസ് ജസ്റ്റ് എ ലാക്ക്, ഒരു ഇല്ലായ്മ മാത്രമേ ഉള്ളൂ, ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ല. അപ്പം ഈ ഒരു വാചകത്തിൽ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളതിൽ ഈസ് എന്നുള്ളൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പല വർഷങ്ങളായിട്ട് ഞാൻ എഴുതാറുണ്ട്. ഈ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ടെമ്പറൽ ആയിട്ടുള്ള ഒരു യൂസ് തന്നെയാണ്. അതായത് നമ്മുടെ ഡൈനോസോറുകളെ കുറിച്ച് എടുക്കും. ഡൈനോസോറുകൾ ഉണ്ടോ എന്ന് നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എന്താ പറയും? ഡൈനോസോറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും? ഞാൻ ഉണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും, ഉണ്ടായിരുന്നു എന്ന് പറയും. ഇനി ഭാവിയിൽ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഡൈനോസോർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. ഇങ്ങനെ മാത്രമേ നമുക്കൊരു കാര്യം പറയാൻ പറ്റൂ. ഇതാണ് എൻ്റെ വാദം. അതായത് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ ഉണ്ടോ എന്ന് ചോദിക്കുക, എല്ലാവർക്കും അച്ഛനുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. അച്ഛൻ ഉണ്ടായിരുന്നു. ഇനി അച്ഛൻ ഉണ്ടാവുമോ?
എനിക്കിനി അച്ഛൻ ഉണ്ടാവാൻ സാധ്യതയില്ല, ബിക്കോസ് ഐ ആം ഓൾറെഡി ഹിയർ. അച്ഛന്മാരിനി ഉണ്ടാവും. അപ്പൊ ആ ഈസിന് വളരെ പ്രാധാന്യമുണ്ട്. പഴയ, അതായത് ഒരു കാര്യത്തിന് പണ്ട് തെളിവുണ്ടായിരുന്നു എന്നുള്ളതോ ഇനി തെളിവ് വരാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് ഒരു കാര്യവും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ക്ലാക്ലി ക്ലൂ ഉണ്ടോ? ഇല്ല, ഒരു തെളിവില്ല. ക്ലാക്ലി ക്ലൂവിന് ഒരു തെളിവില്ല. പണ്ട് തെളിവുണ്ടായിരുന്നു, പണ്ടും തെളിവില്ല. കുഴപ്പമില്ല, ഇനി വന്നുകൂടാന്നില്ലല്ലോ. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ക്ലാക്ലി ക്ലൂ ഇല്ല എന്ന് പറയരുത്. ഇതാണ് എന്റെ വാദം. ഇനി ക്ലാക്ലി ക്ലൂ മാത്രമല്ല, ലോകത്തൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം എന്താ? ഒന്നുകിൽ പണ്ട് ഉണ്ടായിരുന്നു, അല്ലെ നാളെ ഭാവിയിൽ ഉണ്ടാകും. അപ്പൊ എല്ലാം ഉണ്ട്. ഭാവിയിൽ ഉണ്ടാകും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ? നമ്മളാകെ 100 വർഷമാണ് മാക്സിമം ജീവിക്കുന്നത്. മാക്സിമം 100 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക? ഇപ്പൊ ഇത് പ്രശ്നം എന്ന് അറിയാവോ? ഈ ദൈവം എന്ന് പറയുന്ന സംഗതിക്ക് ഇല്ല. അപ്പൊ ഈ പുള്ളിക്കിനെ ഉണ്ടാകും, ഇനി നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ പല പല കാര്യം. ഈ തെളിവിനെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ ടൈമല്ല. ഞാൻ അങ്ങനെ ഒരു വാദം എടുത്തിട്ട് കേട്ടു. ഈ പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ പ്രപഞ്ച സത്യങ്ങളൊന്നും ഇല്ല യഥാർത്ഥം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ച സത്യം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. സൂര്യൻ കിഴക്കുദിക്കുന്നു, പ്രപഞ്ച സത്യമാണോ? ഒന്നാമത് സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, ഭൂമി കറങ്ങുകയാണ്. അത് തന്നെ, അത് പോട്ടെ. സൂര്യൻ കിഴക്കുദിക്കുന്നത് എവിടെയാ? ഭൂമിയിൽ. വീനസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. ഈ സൗരയൂഥത്തിൽ പോലും, ഈവൻ പ്ലൂട്ടോ പോലെയുള്ള ഗ്രഹങ്ങളിൽ സീസണലായിട്ട് ഈസ്റ്റും വെസ്റ്റും മാറി വരും. ഇനി ഈസ്റ്റും വെസ്റ്റും ഉണ്ടോ? സൂര്യൻ എവിടെ ഉദിക്കുന്നു അതാണ് ഈസ്റ്റ്. അപ്പൊ നമ്മുടെ ഈസ്റ്റ് വീനസില് വെസ്റ്റ് ആണ്, വീനസിലെ വെസ്റ്റ് നമ്മുടെ ഈസ്റ്റ് ആണ്. എന്ത് ഈസ്റ്റ്, എന്ത് വെസ്റ്റ്? ഭൂമി ഒരു ഗോളമല്ലേ? ഗോളത്തിന് എന്ത് ഈസ്റ്റ്, ഗോളത്തിന് എന്ത് വെസ്റ്റ്? സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെ അങ്ങനെ. അപ്പോഴാണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ച സത്യങ്ങളൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിന് മൊത്തം ബാധകമായ ഒരു കാര്യമില്ല. മാക്രോ വേൾഡിൽ ബാധകമായ കാര്യങ്ങൾ മൈക്രോ വേൾഡിൽ ബാധകമല്ല. മാക്രോ വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിയമങ്ങൾ, ബാഹ്യലോകത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങൾ, ഇതെല്ലാം ഭിന്നങ്ങളാണ്. പലപ്പോഴും അതിന് ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല, കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പ്രപഞ്ച സത്യങ്ങളൊന്നുമില്ല. ഇനി ഈ തെളിവെന്ന് പറഞ്ഞ ഒരു സംഗതി നോക്കാം. ഇപ്പൊ ഒരു കാട്ടില്, കൊടുങ്കാറ്റില് ഒരു വലിയ വൻമരം വീണു. നമ്മളറിയാം ഒരു വസ്തുതയില്ല. കാരണം നമുക്ക് ശബ്ദം കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കാൻ വഴിയില്ല. ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഹിന്ദു മിഥോളജിയിലൊക്കെ പറയാറുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്നത് ഓം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. ഓം, ഓംകാരം. ഇതെങ്ങനെയും ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഈ ഓംകാരം മുഴങ്ങി കേൾക്കുന്നത്? ശബ്ദം എങ്ങനെ ഉണ്ടാവുന്നത്? ശബ്ദം ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ കാര്യം എന്താണ്? എയർ ഉള്ളതുകൊണ്ടാണ്. ഞാൻ എയർ തള്ളി നിങ്ങളുടെ ഇതിനകത്തോട്ട് കുത്തി കയറ്റുകയാണ്. നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് ഞാനിതിങ്ങനെ കയറ്റുകയാണ്. അത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് അതിങ്ങനെ ഇരുന്ന് വിറയ്ക്കുമ്പോഴാണ് നിങ്ങൾ കായും മായും ഒക്കെ കേൾക്കുന്നത്. ഈ സാധനം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എന്തോ കോക്കറി കാണിക്കുന്നു എന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അതാണ് ചന്ദ്രനിൽ പോയിരുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അവരാംഗ്യം കാണിച്ചുകൊണ്ടാണ്, ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരുടെ മൗത്ത് പീസിലൂടെ സംസാരിക്കും. നേരെ ഹൂസ്റ്റണിലിരിക്കുന്ന നാസ സെന്ററിലേക്ക് വരും. അവിടെ നിന്ന് അവരത് ഡയറക്റ്റ് ചെയ്ത് മറ്റവൻ്റെ ഇയർ പീസിലേക്ക് കൊടുക്കും. അപ്പൊ കേൾക്കും, ഇതാണോ നീ പറഞ്ഞത്? ഞാൻ വിചാരിച്ച് അത് ചന്ദ്രനിലെ അവസ്ഥ. ചന്ദ്രനിലങ്ങ് ഒന്നുമല്ല. ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഈ പ്രപഞ്ചത്തിലങ്ങ് ഒന്നുമല്ല. സാധ്യത വളരെ ചെറിയ 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 സാധനങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാണ് ചന്ദ്രനൊക്കെ. ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കിടക്കല്ലേ. നിങ്ങളിങ്ങനെ നടന്നു പോവാ, ജസ്റ്റ് ഇദ്ദേഹം നടന്നു പോവാന്നിരിക്കണം.
തൊട്ടപ്പുറത്ത് സൂര്യൻ, ഇദ്ദേഹം കാണുന്നില്ല, ചുമ്മാ ജസ്റ്റ് ഫോർ എ ഫോർ. സൂര്യൻ ഒരു 10 അങ്ങ് പൊട്ടിത്തെറിക്കുക, പടാ പടാ പടാ. പുള്ളി അറിയത്തുപോലും, നമ്മളാരും അറിയത്തുപോലുമില്ല. അങ്ങനൊന്നും വരില്ല, കാര്യം സൂര്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അതൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളെങ്ങനെ കേൾക്കുന്നേ? എയറുണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. ഈ ഓംകാരമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. ഇത് ആര് കേട്ടിട്ടാണ്? ഇപ്പൊ ഈ സൃഷ്ടി കഥയില് സൃഷ്ടാവ് പറയുന്നുണ്ട്, എന്താണ്? കുൻ. ആരോട് പറഞ്ഞു? നമ്മൾ എന്തെങ്കിലും പറയുന്നത് ആരെങ്കിലും കേൾക്കാനായിട്ടാണ്. യുവർ കമ്മ്യൂണിക്കേഷൻ മീൻസ് വേറൊരാളെ എപ്പോഴും നിങ്ങളൊരു ടാർഗറ്റിനെ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ മേളിലോട്ട് നോക്കി ഓ എന്നൊക്കെ പറയും, അവിടെ നിന്ന് ആരോ കേൾക്കുന്നു എന്നുള്ള ഒരു ഇമാജിനറി റിസീവറെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്ന അയാൾ ഒരുപാട് അകന്നു പോയിരിക്കുന്നു നമ്മളിൽ നിന്ന്. അടുത്തിരിക്കുന്ന ആളൊക്കെ നമ്മൾ, ദൂരെ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ ഡോ, വേറെ ആളാണെങ്കിൽ ഈ ദൂരം അളക്കുകയാണ് നമ്മുടെ ബ്രെയിൻ, അകന്നുപോയി. അപ്പൊ നമ്മൾ ആത്മസുഹൃത്തുക്കളാണ്, ഭയങ്കര പ്രശ്നം. അതാണ് ദേഷ്യം എന്ന് പറയേണ്ട, നിന്നെ ഭയങ്കര ദേഷ്യം, ശബ്ദം കൂടുകയാണ്, കാര്യം നീ അകന്നുപോയി. അകന്നുപോയാൽ ശബ്ദം കൂട്ടണമെന്നാണ് ബ്രെയിൻ്റെ സംഗതി. അടുത്ത് പോയി കഴിഞ്ഞാൽ വിസ്പർ ചെയ്യും. പിന്നെ ശബ്ദത്തിന്റെ ആവശ്യമില്ല, സംഭാഷണത്തിന്റെ ആവശ്യമില്ല, നോട്ടം മതി. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശബ്ദം ചെറുതാവും, ഏറ്റവും അടുത്തിരിക്കുന്ന ചെവിയിലൊക്കെ മന്ത്രിക്കുക എന്നൊക്കെ. അപ്പൊ ഈ ഓംകാരം എല്ലായിടത്തും വരണമെങ്കിൽ ആക്ച്വലി ഞാനീ പറഞ്ഞ കുന്റെ കാര്യം ആരോടോ പറഞ്ഞു, അപ്പൊ കേൾക്കാൻ ഒരാളുണ്ടോ അവിടെ? ഉണ്ടാകട്ടെ. ഇപ്പൊ ഞാൻ ഇന്നലേക്ക് പറഞ്ഞു അവിടെ നിന്നൊരു ചായ വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സപ്പോസ് ഇദ്ദേഹത്തിന് നമ്മളോട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ ഒരാളെ മുന്നിൽ കാണുന്നു. ഈ മതസാഹിത്യം എഴുതി വെക്കുന്നതാണ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ പറഞ്ഞ, ആരോടാ പറഞ്ഞേ? അങ്ങനെ ചോദ്യമല്ലേ? അപ്പൊ വേറെ ആരോ കണ്ട് പേടിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. ആരാ? ദൈവം. അല്ല, പുള്ളിക്ക് സർവൻസ് ഉണ്ട് ആദ്യമേ. അപ്പൊ അങ്ങനെ ശബ്ദം ഉണ്ടാവണമെങ്കിൽ എന്തറിയോ? അന്തരീക്ഷം ഉണ്ടാവണം, എയർ ഉണ്ടാവണം, ഒരു മീഡിയം ഉണ്ടാവണം, അല്ല ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടാവണം. അങ്ങനെ സപ്പോസ് ഈ സോളാർ സിസ്റ്റത്തിൽ നിറയെ എയർ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. സോളാർ സിസ്റ്റത്തിൽ മൊത്തം എയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. ആദ്യം ഭൂമി കറങ്ങുന്ന സൗണ്ട്, ഇതിന്റെ ഇടയ്ക്കൂടെ കിടന്നു, എന്താ ശബ്ദമായിരിക്കും. പിന്നെ സൂര്യന്റെ ശബ്ദം എന്ന് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു. ഇനി വരും 15 കോടി കിലോമീറ്ററേ ഉള്ളൂ. അവിടെയാണ് ഓന്നിങ്ങനെ മുഴങ്ങുന്നത് എല്ലാവരും. പ്രപഞ്ചം ശൂന്യമാണല്ലോ, ഏറൊന്നുമില്ലല്ലോ. പക്ഷെ ഇവരുടെ സൃഷ്ടികഥയിൽ ഓം എന്നുള്ള ശബ്ദം അതുപോലെ. ഞാൻ പറഞ്ഞ ഈ സംഗതി നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ വഴി അറിയാം, കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് വീണു എന്നറിയാം, അല്ലാതെ കണ്ടോണ്ട് നിൽക്കണം. ഒരു എവിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദ എവിഡൻസ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് യു ഹാവ് ലുക്ഡ് ഫോർ, or is it in the place or the time you have looked? And most probably it doesn't exist. ഒരു കാര്യത്തിന് എവിഡൻസ് ഇല്ലെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ഒന്ന്, ആ കാര്യത്തിന്റെ എവിഡൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തില്ല, അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതില്ല, അല്ലെങ്കിൽ ആ സാധനം ഇല്ല. ഈ 2 കാര്യങ്ങളെ പറയാൻ പറ്റും. ഇപ്പൊ ദൈവത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെളിവ് ദൈവത്തിന്റെ? ചില പറയാനുണ്ട് ദൈവം ഇല്ല എന്നൊന്ന് തെളിയിക്കുക. ഇല്ലായ്മയുടെ തെളിവ് എന്താണ് യഥാർത്ഥത്തിൽ? ഒരു കാര്യം ഇല്ല എന്നെങ്ങനെ തെളിയിക്കുന്നത്? ഇതുണ്ടെന്ന് തെളിയിക്കുക. ഇതില്ലെന്ന് എങ്ങനെ തെളിയിക്കുന്നത്? ഇല്ലാതിരിക്കുക. അന്നേരം പറയാണ് ഇതിപ്പോ ഇവിടെ ഇല്ലായിരിക്കും, പക്ഷെ അതോ ഇല്ല അവിടെ ഉണ്ട്. അപ്പൊ നമ്മളല്ല അവിടെ നോക്കി, ഇല്ല അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ഇതിപ്പം ഈ രീതിയിലല്ല, വേറൊരു ടൈപ്പ് സാധനമായിട്ടായിരിക്കും ഇരിക്കുന്നത്, അയോണുകളായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അയോണുകൾ നോക്കുന്ന അതും ഇല്ല. ഞാൻ പറയും ഇത് നിങ്ങൾ നോക്കിയത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്, രാത്രി 3 മണിക്ക് നോക്കി. അപ്പം ഒരു കാര്യത്തിന് എവിഡൻസ് ഇല്ലെങ്കിൽ ഈ 2 തരത്തിലുള്ള അനുമാനങ്ങളെ സാധ്യത. ഒന്ന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എവിഡൻസ് ഇല്ല,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിഡൻസ് ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എവിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അതില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അതില്ലാന്ന്. ഇനി എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വണ്ടി വന്നോ? വണ്ടി വന്നില്ല. വണ്ടി നാളെ വരുമായിരിക്കും, വണ്ടി ഇന്നലെ വന്നായിരുന്നു, വേറൊരിടത്ത് വണ്ടി ഉണ്ട്. ഇതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യവും സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന അങ്ങനെയല്ല. ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ആളുകൾ ചോദിക്കും, there is no evidence for evolution, hence it is false. അപ്പം പരിണാമത്തിന് തെളിവൊന്നുമില്ലല്ലോ. ആ ലോജിക്ക് ഒന്നുകൂടെ നീട്ടിയാൽ കാര്യം പരിണമിക്കുന്നത് കാണുന്നില്ല. ഞാൻ മനുഷ്യനായിട്ട് നിൽക്കുന്നു, മനുഷ്യനായിട്ട് പോകുന്നു. മനുഷ്യക്കുട്ടികളെല്ലാം മനുഷ്യക്കുട്ടികളെ പ്രസവിക്കുന്നു, കുരങ്ങ് കുരങ്ങിനെ പ്രസവിക്കുന്നു. ഒരു മനുഷ്യക്കുട്ടിയും ഒരു കുരങ്ങിനെ പ്രസവിക്കുന്നില്ല, ഒരു കുരങ്ങും മനുഷ്യക്കുട്ടിയെ പ്രസവിക്കുന്നില്ല. പിന്നെ എവിടെയാണ് ഈ പരിണാമം? പരിണാമം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് എവിഡൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. പരിണാമം മോളിക്കുലർ ലെവലിൽ തെളിയിക്കാൻ പറ്റും. മോളിക്കുലർ ലെവലിൽ ആന്റിബയോട്ടിക്സ് തൊട്ട് മെഡിസിനിൽ പരിണാമമാണ്, അതിന്റെ തത്വങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി അതുപോലെ തന്നെ പരിണാമം നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട്, ഫാൾസിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുയലിനെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയും. പിന്നെ പരിണാമം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻസ്കിയുടെ എക്സാമ്പിൾ ഉണ്ട്, പരീക്ഷണമുണ്ട്. റിച്ചർഡ് ലെൻസ്കി. ഞാൻ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്നുള്ളൊരു പുസ്തകമുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. അത് ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ചാപ്റ്റർ മുഴുവൻ റിച്ചർഡ് ലെൻസ്കി എങ്ങനെയാണ് ബാക്ടീരിയകൾ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് മാറുന്നത് എന്നുള്ളത് ഘട്ടങ്ങളായിട്ട് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന ബാക്ടീരിയകൾ അതിങ്ങനെ ട്രൈബുകളായിട്ട് 12 ട്രൈബുകളെയാണ് ഏർപ്പെടുത്തിയത്. ജൂത ട്രൈബുകൾ പോലെ, അതുപോലെ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു മിത്തിക്കൽ പോലെ 12 ട്രൈബുകൾ. ഈ 12 ട്രൈബുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ഭിന്നമായി ആഹാര രീതി, ഊർജത്തിന്റെ വിനിയോഗം, മർദ്ദത്തോടും ചൂടിനോടുമുള്ള പ്രതികരണം, ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ സാധനങ്ങൾ മാറി മാറി വലിപ്പത്തിലും ഷേപ്പിലും ആഹാര ചില സമയത്ത് ആദ്യം കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഇതിനകത്ത് കുറെ ബാക്ടീരിയകൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് വേറൊന്നിലേക്ക് മാറുന്നു, ചിലതിന്റെ വലിപ്പം കൂടുന്നു. അതൊക്കെ ബാക്ടീരിയയിലെ സ്പീഷിയേഷൻ അങ്ങനെയാണ്. ഒരു തരം ബാക്ടീരിയ പല ബാക്ടീരിയകളാകുന്നു, ലാബോറട്ടറി തെളിയിച്ചിട്ടുണ്ട്. അത് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. പരിണാമത്തിന് തെളിവുണ്ട്. ആ തെളിവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഒരാൾ മുന്നിൽ നിന്ന് ഒരു പശു ഒരു സിംഹത്തെ പ്രസവിക്കലല്ല, അല്ലെങ്കിൽ സിംഹവും മനുഷ്യനും പോലെ ഒരു ജീവി ഉണ്ടാകുക എന്നുള്ളതല്ല, ഒരു മുളാട്ടോ ഒരു മിക്സ്ചറും അല്ല. പരിണാമത്തിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിശാസ്ത്രത്തിലൂടെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ പരിണാമത്തിന് തെളിവുകളുണ്ട്. അല്ലാതെ ഒരു ജീവി മറ്റൊന്നാവുന്നതിനെ പരിണാമം എന്ന് പറയില്ല. അത് മതകഥയാണ്. അത് മതത്തിലാണ് ഒരു ജീവി മറ്റൊന്നാകുന്നതും പുതുതായിട്ടൊരു ജീവി ഉണ്ടാവുന്നതും. അത് പരിണാമത്തിലില്ല. കുരങ്ങ് മനുഷ്യനെ പ്രസവിക്കലല്ല. അപ്പൊ പരിണാമത്തിന് തെളിവുണ്ട്. ആ തെളിവ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ രീതിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവുണ്ട്. അത് പലതരത്തിൽ നമ്മുടെ ശരീരം തന്നെ പരിണാമത്തിൻ്റെ തെളിവാണ്. നിങ്ങൾ 9 മാസം കൊണ്ട് ഒരു ഭ്രൂണം, ഒരു സിക്താണ്ഡം ഒരു മനുഷ്യനായി മാറുന്നു, അവയവങ്ങൾ ഉണ്ടാവുന്നു. 9 months കൊണ്ട് നിങ്ങൾ വരുന്നു. അത് ഗ്രോത്ത് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ആൻ ഇവല്യൂഷൻ. ഓർഗനൈസേഷൻ സംഭവിക്കുന്നു, ഓർഗൻസ് ഉണ്ടാവുന്നു. പരിണാമത്തിന് തെളിവുണ്ട്. പരിണാമത്തിന്റെ തെളിവ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ സാധിക്കില്ല. ഇനി ഇതാണ് ബി ആൻഡ് ഇറ്റ് ഈസ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ സൃഷ്ടി കഥയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ആരോട് പറഞ്ഞു? എന്തിനു പറഞ്ഞു? ഇനി ഇത് പറയാതെ ഉണ്ടാകത്തില്ലേ? ഇനി പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയ ആളാണ് വേറെ പല കാര്യത്തിനും കണ്ടിട്ട് കഷ്ടപ്പെടുന്നു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് കഷ്ടപ്പെടുന്നു. പുള്ളി പുസ്തകം എഴുതി കൊടുക്കുന്നു, അതനുസരിക്കാതെ ആളുകളെ തീയിലിടുന്നു. ഇപ്പൊ മോസസിന്റെ കഥ തന്നെ അറിയത്തില്ലേ? വേറൊരു ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞ് ഒരു കാളക്കുട്ടി, ഒരു ഗോൾഡൻ കാളക്കുട്ടി, അതിനെ ആരാധിച്ചു എന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെ തട്ടുകയാണ് ചെയ്തത്.
ഈ പറഞ്ഞ ആളാണ്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആള് ആണ് ഈ കഷ്ടപ്പാട് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പഞ്ചായത്ത് കഥയാണ്. ഒരു പഞ്ചായത്തിൽ ഇരുന്ന മനുഷ്യര് എങ്ങനെയാണ് ഇതൊക്കെ നോക്കുമ്പോൾ ആകാശം, ഭൂമി, അത് ഇത്. ആകാശം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്. രാത്രി ആദ്യം ഉണ്ടാക്കി, പകലുണ്ടാക്കി, ഇരുട്ടുണ്ടാക്കി, വെളിച്ചം ഉണ്ടാക്കി, ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കി ഒരു കാപ്പിക്കടക്കാരൻ ഇരുന്ന് പലഹാരം ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കി ഇത് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിൽക്കുന്ന ഒരു സാധനം അല്ല ഇത്. ഇത് വല്ല ബാലരമയിലോ അമർചിത്രകഥയിലോ ഒക്കെ കഥയായിട്ട് എഴുതി കൊടുക്കാവുന്നല്ലാതെ ഈ സൃഷ്ടി എന്ന് പറയുന്ന ഒരു സംഗതി ഇസ് ഇംപ്രോബബിൾ, ഇംപ്ലോസിബിൾ, നെവർ ഹാപ്പൻഡ്, വിൽ നോട്ട് ഹാപ്പൻ. ബിക്കോസ് അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നത് അങ്ങനെ. പിന്നെ അതൊന്നുമല്ല അല്ല, അതിനകത്തുനിന്നല്ലേ ഉണ്ടാകുന്നത്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ബാക്ടീരിയ കണ്ടെത്തുകയാണെങ്കിൽ ഈ ബാക്ടീരിയ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒന്നുമില്ലായ്മ, അതിനകത്ത് ഇന്നുണ്ടായി. അപ്പൊ പിന്നെ അതങ്ങനെ ഒന്നുമില്ലായ്മ ആവുന്നത്? വെർജിൻ മദർ എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന ആളുകളാണ്. വെർജിൻ മദർ, വെർജിൻ മദർ. വെർജിൻ ആയിരിക്കുന്ന ഒരാൾ എങ്ങനെ മദർ ആവുന്നത്? അതുപോലെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തോ ഉണ്ടായി. അപ്പൊ പിന്നെ ഇതെന്തായിരുന്നു? ഒന്നുമില്ലായ്മയാണ്, ഓക്കെ, ഒന്നുമില്ല. പിന്നെ അതിനകത്തുനിന്ന് എങ്ങനെ ഉണ്ടാവുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഒന്നുമില്ലായ്മ അല്ല, അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നോ സൃഷ്ടി, നോ സൃഷ്ടാവ്. ഇനി ഒരു കാര്യം കൂടി, മതമാണല്ലോ ഈ ദൈവത്തിന്റെ സ്പോൺസർഷിപ്പ്. ഞാൻ പറയുന്നു, ദൈവം ഇല്ല എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവ് മതമുണ്ട് എന്നുള്ളതാണ്. ദൈവം ഉണ്ടെങ്കിൽ ഒരിക്കലും മതം ഉണ്ടാവില്ല. മതം ഉണ്ടാവില്ല. മതത്തിന്റെ പേരിലുള്ള ശണ്ടയും പ്രശ്നങ്ങളും കാലുഷ്യവും വെറുപ്പും പുസ്തകവും തമ്മിലടിയും ആചാരം ഒന്നും ഉണ്ടാവില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പറയുന്നത് എല്ലാവരെയും ഉണ്ടാക്കിയാണ്. ഇപ്പോ ജൂതന്മാരെ ഉണ്ടാക്കി, പലസ്തീനികളെ ഉണ്ടാക്കിയത് ദൈവമാണ്. ആണെങ്കിൽ സപ്പോസ് ജസ്പോറെ അയാൾ ഇരിക്കുകയാണ്, ജൂതന്മാർ ഞാൻ ഉണ്ടാക്കിയതാണ്, പാലസ്തീനികൾ ഞാൻ ഉണ്ടാക്കിയതാണ്, എന്താ പ്രശ്നം? എന്നൊരു പുസ്തകം എഴുതി കൊടുത്തിരിക്കുകയാണ്, സർവ്വ ജൂതന്മാരെയും അറേബ്യയിൽ നിന്ന് ഓടിക്കാതെ എനിക്ക് സ്വസ്ഥതയില്ല. മുഹമ്മദ്, സ്വസ്ഥതയില്ല. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് സർവ്വ ജൂതന്മാരെ ഞാൻ ഓടിച്ചിരിക്കും. അന്നേരം മുഹമ്മദിന്റെ അനുയായികൾ നോക്കുമ്പോൾ ഓടിച്ചില്ലല്ലോ, യവന്മാർ ഇപ്പോഴും ഇവിടെ കയറി പറ്റി പിടിച്ചിരിക്കുന്നു. അന്നേരം ഓടിക്കണം. പുള്ളി പറഞ്ഞല്ലേ, ഓടിപ്പിക്കും ഞങ്ങൾ. അങ്ങനെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുക. മതവെറി. ദൈവം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മതം. ദൈവം ഉണ്ടെങ്കിൽ ഒരു ഒറ്റ മതത്തെ പടക്കടിച്ച് വിടും. ഒരുത്തനെ വെച്ചേക്കില്ല. ദൈവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ എ ഹൊറർ അങ്ങനെ ഒരു കഥാപാത്രം വന്നു വരിക, ഇത് എന്തുവേടാ ഇതെല്ലാം. നമ്മുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മാതാവ് അല്ലെ ഒരു പിതാവ്, നിങ്ങൾക്ക് ഒരു 10 മക്കളുണ്ട്. നിങ്ങളൊരു സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടില്ലേ? ഒരു തുല്യതാബോധം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ഉണ്ടാവും. ദൈവം അതിനേക്കാളൊക്കെ എത്രയോ 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 വലിയ ആളല്ലേ. പുള്ളി ഈ പറഞ്ഞ സാധനങ്ങൾ ലോകം മുഴുവൻ ഉണ്ട്. ഭൂലോകം സൃഷ്ടിച്ച ആൾക്കാണ് ഏറ്റവും വലിയ നീഡ് എന്താണ്? ഹി വോണ്ട്സ് മണി. പുള്ളിക്ക് മൊത്തം സമ്പത്ത് ഭൂമിയാണ് പുള്ളിക്ക് ഏറ്റവും. ചിലയിടത്ത് വേണ്ടത് വസ്തുക്കളാണ് വേണ്ടത്, ചിലയിടത്ത് വേണ്ടത് സ്ത്രീയാണ് വേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ പിച്ചയെടുക്കുന്ന ജീവിയാണ് ദൈവം. മനുഷ്യൻ പാതയോരത്തൊരു തോർത്ത് പിരിച്ചിരുന്ന് ഭിക്ഷ എടുക്കും, ദൈവം ഒരു പെട്ടി വെച്ച് ഭിക്ഷ എടുക്കും. തോർത്തൊക്കെ നനഞ്ഞു പോകുമല്ലോ എന്ന് കരുതി പുള്ളി ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടു. ഞാൻ പറയുന്നത് ദൈവം അല്ല പിച്ച എടുക്കുന്നത്, ദൈവത്തിന് വേണ്ടി മനുഷ്യരാണ്. ദൈവത്തിന് വേണ്ടി മനുഷ്യർ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ പകുതി ശരിയായി. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഒരു അമ്പലത്തിലേക്ക് പിരിവ് കൊടുക്കുന്നത്? അമ്പല കമ്മിറ്റി സെക്രട്ടറിക്ക്, അമ്പല കമ്മിറ്റി പ്രസിഡന്റിന് 10 പൈസ കിട്ടട്ടെന്ന് കരുതിയാണോ? അല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യണം. സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാ? എന്തോ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തോ കയറി മറ്റേ ഹൈപ്പർ റെസ്റ്റോറൻറ്റ് പോവുക, കിക്ക്ലെസ് മദ്യം, സീസിലെസ് സെക്സ്, കിക്ക്ലെസ് മദ്യം, സീസിലെസ് സെക്സ്, ഇതിനൊക്കെയാണ് ഓരോരുത്തർ പുള്ളിയെ പ്രീതിപ്പെടുത്തുകയാണ്. സോ the biggest and the hardest evidence that there is no character called God exists is
റിലീജിയൻ. ദൈവം ഉണ്ടെങ്കിൽ റിലീജിയൻ ഇല്ല. ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഞാൻ വളരെ സമയബന്ധിതമായിട്ടാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടും, കാറിനകത്ത് കയറും. കോഴിക്കോട് നിന്ന് 4 മണിക്ക് വണ്ടിയുണ്ട്. ഈ ചുരം ഇറങ്ങുന്നത് എത്ര മണിക്കൂറാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2.5 മണിക്കൂർ, 3 മണിക്കൂർ, ചിലപ്പം പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ വന്ന് ഈ ഒരു പരിപാടി തീർക്കാമെന്ന് കരുതിയത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു പോയിന്റാണ്, ഈ മതത്തിൻ്റെ അല്ലെ വിശ്വാസത്തിൻ്റെ ആളുകൾ ഈ അപസ്മാര സമാനമായിട്ടുള്ള വിശ്വാസമായിട്ട് ഓടി നടക്കുന്നത്, തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത്, മനുഷ്യനെ തമ്മിൽ വിഭജിക്കുന്നതിനൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തരം ഉണ്ടാക്കി, ഇതാ ഉണ്ടാക്കർ എന്നുള്ളത്, അൾട്ടിമേറ്റ് ഉണ്ടാക്കർ. ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കറില്ല, ഉണ്ടാക്കലും ഇല്ല, ഉണ്ടാക്കാതിരുന്നാൽ മതി. ഈ ഉണ്ടാക്കലാണ് ഈ പ്രശ്നം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളതാണ്, ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ അത് പല രൂപഭാവ ഭേദങ്ങൾ ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, എന്നെ അയണീകരിക്കാം സുഖമായിട്ട്. എൻ്റെ ആറ്റങ്ങളെ പോലും നിങ്ങൾക്ക് വിഭജിക്കാം, വേറെ ലെവലിലേക്ക് വിടാം, എന്നെ പ്ലാസ്മയാക്കാം. സൂര്യനിലുള്ള സാധനം എന്താണ്? പ്ലാസ്മ ലെവലിലാണ്. എല്ലാം ആക്കാം, വെള്ളമാക്കാം. ഇതിൻ്റെ രൂപഭാവ മാറ്റങ്ങൾ മാത്രമാണ്, ഉള്ളതിലുള്ള കാര്യങ്ങളാണ്. ഇല്ലാത്ത ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉള്ളതിന് ഇല്ലാത്ത എന്നൊരവസ്ഥയില്ല, ഇല്ലാത്തതിന് ഉള്ളത് എന്നൊരവസ്ഥയില്ല. നാസതോ വിദ്യതോ ഭാവോ ന ഭാവോ വിദ്യതോ സദഹ. ഇതന്നെയാണ് നമ്മുടെ കൃഷ്ണപിള്ളയും പറഞ്ഞിട്ടുള്ളത് ഗീതയിൽ. ഉള്ളതിന് ഇല്ലായ്മയില്ല, ഇല്ലായ്മയ്ക്ക് ഉണ്മയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെ ഇല്ലേ, അത് പിന്നെ ഉണ്ടാവില്ല. ഉള്ളതാണ്, ഇവിടെ ഉള്ള എല്ലാം ഉള്ളതാണ്. ഭൂമി ഉണ്ടായിട്ടില്ല, ഭൂമിക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കറി ഉണ്ടെന്ന് ചോദിച്ചാൽ കോഴിക്കറി ഉണ്ടായിരുന്നില്ല. കോഴിക്കറിക്ക് ഉണ്ടാവേണ്ട കോഴി ഉണ്ടാവേണ്ട മുട്ട ഉണ്ടായിരുന്നു. മസാലയ്ക്ക് വേണ്ടുന്ന അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർന്നപ്പോൾ കോഴിക്കറിയായി. ആ കോഴിക്കറി ആയിട്ട് കോഴിക്കറി പിന്നെ വീണ്ടും വേറെ രീതിയിൽ പോവുക, അതിവിടെ ഉണ്ടാവും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കിടക്കും. ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. ആരും സൃഷ്ടിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടില്ല, ഒരു ഗൂർക്കയും ആവശ്യമില്ല. സൃഷ്ടി അസാധ്യമാണ്, സൃഷ്ടി അസംഭവ്യമാണ്, സൃഷ്ടി നടന്നിട്ടില്ല, നടക്കില്ല, നടക്കുന്നില്ല. അങ്ങനെ ഒരു ഉദാഹരണം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു ഓപ്പൺ ചലഞ്ചായിട്ട് ഇതിൽ ഏതെങ്കിലും മതവിശ്വാസികൾ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടിക്കൊരു ഉദാഹരണം ഇപ്പം പറയാം, പിന്നെ പറയാം, നാളെ പറയാം, 10 വർഷം കഴിഞ്ഞും പറയാം, എൻ്റെ കാലശേഷം റിജിനോട് പറഞ്ഞാലും മതി. സൃഷ്ടിക്കൊരു ഉദാഹരണം. ഇനി 2, ഒരു കാരണം. ഏതെങ്കിലും ഒരു സംഭവത്തിന്, കാര്യത്തിന് ഒരു കാരണം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ പറഞ്ഞതോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആരെയും വിളിക്കാം. വി ആർ വെരി ക്യൂരിയസ് ടു സീ. അങ്ങനെ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ നമ്മൾ ഇതിൻ്റെ മുഴുവൻ പ്രചരണം ഏറ്റെടുക്കും എന്നറിയിച്ചുകൊണ്ട് ആലോചിക്കൂ, നല്ലവണ്ണം ആലോചിക്കൂ. ആ ലോജിക്, there is no creator, there is no creation. Thank you.